Hi, hello, welcome to another bombastic and fantastic episode of So, നമ്മൾ ഇന്ന് എന്താണ് സംസാരിക്കുന്നത്? നമ്മളിന്ന് സ്റ്റൈലിങ്ങിനെ കുറിച്ച് സംസാരിക്കാം. അത് തന്നെ, ഞാൻ ഇന്ന് ഇവൻ ഡ്രസ്സ് എടുത്തപ്പോഴേ ഓർത്തും ജോൺ കാര്യമായിട്ട് ഇന്ന് ഡ്രസ്സൊക്കെ എടുത്ത സ്റ്റൈലിംഗ് ചെയ്യുന്ന പുള്ളിയുടെ ഭാര്യ എന്റെ ഭാര്യക്ക് എന്നെ സ്റ്റേജിൽ ഭയങ്കര ഭംഗിയിൽ കാണണം. അത് ജോൺ ആണെങ്കിൽ ജോൺ വാങ്ങിച്ചു ഭാര്യ വാങ്ങിച്ചു ഈ ഡ്രസ്സ് എടുത്തിട്ടപ്പം ജോൺ ആദ്യം പറഞ്ഞു എനിക്ക് ഭാര്യ സ്മാർട്ട് വാച്ച് വാങ്ങിച്ചു തന്നായിരുന്നു, അതിപ്പോ കാണുന്നില്ല, എവിടെ പോയി അറിയത്തില്ല, അവളെന്നെ ചീത്ത പറയുന്ന പറഞ്ഞാൽ തുടങ്ങിയത്. അപ്പോഴേ ഞാൻ പറഞ്ഞു ജോൺ ചില കാര്യങ്ങളിൽ ഇത് മുമ്പ് ശ്രദ്ധിക്കത്തില്ലായിരുന്നു, പക്ഷെ സ്റ്റൈലിംഗിൽ ഇപ്പം ഒരു പെണ്ണ് വന്ന് ഭാര്യ വന്നപ്പോൾ ശ്രദ്ധിച്ചു തുടങ്ങിയത്. സോ നമുക്ക് ആൾക്കാരുടെ സ്റ്റൈലിങ്ങിന് വന്ന മാറ്റങ്ങളെ പറ്റി, പൊതുവെ നമ്മുടെ സ്റ്റൈൽ രീതികളെ കഴിക്കണം. അനീസിക്കയുടെ 5-6 പെണ്ണുങ്ങളുണ്ട്, എന്നിട്ട് ഇങ്ങനെ നന്നാവാത്തത്. അതെ, സോ സ്റ്റൈലിങ്ങിനെ ബാധിക്കാത്ത ആൾക്കാരെ പറ്റി, ഇതിനെപ്പറ്റി ബോധർ ചെയ്യാത്തവരെ പറ്റി നമുക്ക് സംസാരിക്കാം. ഓക്കെ. എനിക്ക് ജസ്റ്റ് ഒരു മെൻഷൻ ചെയ്യാനുള്ള, അനീസിക്ക ആദ്യം വന്നപ്പോഴുള്ള ലുക്കാണ് അല്ലെ, ബമ്പർച്ചിരിയില് അനീസിക്ക കൊറേ നാള് കഴിഞ്ഞിട്ട് അല്ല അതുണ്ട് തിരിച്ചു വരുന്ന ഒരു വ്യക്തിയെ പോലെയൊക്കെ ബുദ്ധിജീവി. അനീസൊക്കെ ഫസ്റ്റ് എപ്പിസോഡ് ഷൂട്ട് ചെയ്യാൻ റെഡി ആയിരുന്നപ്പോഴത്തേക്ക് അവിടുത്തെ ഗ്രൂമർ വന്നിട്ട് ചോദിച്ചു നിനക്കെന്താ ഷൂട്ട് ഇന്ന്, നീ റെഡി ആവുന്നില്ലേ? ഞാൻ റെഡിയാണെന്ന് ആർട്ടിൽ പോയിട്ട് വന്നിട്ട് നല്ല കോസ്റ്റ്യൂം ഇപ്പൊ നല്ല നല്ല ഡ്രസ്സ് മേടിച്ചിട്ട് കയറാം, അങ്ങനെ കുറച്ചേലും മെനയാക്കിയിട്ട് കയറ്റല്ലേ. അതായത് ആ എപ്പിസോഡ് കണ്ട കുറെ പേര് എന്നോട് ചോദിച്ചു എടാ ഒരു വൃത്തിയുള്ള ഷർട്ടൊക്കെ ഇട്ടുകൂടെ, നല്ല ഷർട്ടൊക്കെ ഇട്ടുകൂടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ആലോചിക്കുക, ഞാൻ എപ്പിസോഡ് തുടങ്ങാൻ വേണ്ടി എന്റെ കയ്യിൽ ഞാൻ എന്റെ ഭദ്രമാക്കി വെച്ചിരുന്ന ഒരു നല്ല ഷർട്ട്, ഞാൻ വിചാരിക്കുന്ന നല്ല ഷർട്ടും പാൻറ്റും ഇട്ടുകൊണ്ട് ഞാൻ പോയി ഗ്രൂമിങ് സെഷന്റെ അവിടെ നിൽക്കുക, ഷൂട്ടിംഗ് ഫ്ലോറിലേക്ക് കയറാൻ വേണ്ടി. അപ്പോഴാണ് ഈ ഗ്രൂമർ ചോദിച്ചത് എവിടെ പോകും, ഞാൻ ഷൂട്ടിന് പോകും, ഇന്നാണ് എന്നിട്ട് ഷൂട്ടാ, നീ എന്താ ഇട്ടേക്കുന്നത്, ഞാൻ കോസ്റ്റ്യൂം അകത്ത് പോയത്. എന്നിട്ട് അവരെനിക്ക് പറ്റുന്ന സാധനം തപ്പി എടുത്തത് ഇട്ടാ ഞാൻ കയറിയത്. അപ്പൊ ഞാൻ ആദ്യം ഇട്ടത് കൊണ്ട് കയറിയാൽ ആൾക്കാർ എന്താ പറഞ്ഞേനെ. അത് മാത്രല്ല നീ ഒരുമാതിരി ഒതുക്കല്ലാടിയും എനിക്ക്, ഞാൻ ചില സമയത്ത് താടി മുടി അങ്ങനെ ചുമ്മാ നീട്ടി വളർത്തും. ഞാനത് വരുമ്പോ ഞാൻ ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ ബമ്പർച്ചിരി വരുന്നത്, ഞാൻ അങ്ങനെയാണ് ഓഫീസിൽ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ താടി മുടിയൊക്കെ ചുമ്മാ നീട്ടി വളർത്തും. ഞാൻ സെൽഫ് ഗ്രൂമിങ് ഭയങ്കര കുറവുള്ള ഒരാളാണ്. ഞാൻ സ്കൂളിൽ ഇങ്ങനെയായിരുന്നു. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഹയർ സെക്കൻഡറി എനിക്ക് താടി ഉണ്ടായിരുന്നു. ടീച്ചേഴ്സിന്റെ അടുത്ത് വഴക്ക് പറയാം. ഹയർ സെക്കൻഡറി നിങ്ങൾക്ക് താടി ഇല്ലായിരുന്നോ? എനിക്ക് ഈ സാധനം ഉണ്ടായിരുന്നു. എനിക്ക് ഹയർ സെക്കൻഡറി താടി ഉണ്ടായിരുന്നു, ഇത്ര കട്ടിയൊന്നും ഇല്ല. ഹയർ സെക്കൻഡറി എനിക്ക് +2 തോന്നുന്നു. ഹയർ സെക്കൻഡറി സമയത്ത് എനിക്ക് താടി ഉണ്ടായിരുന്നു. എനിക്ക് +2 പഠിക്കുമ്പോ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴേക്ക് താടിയില്ല. നമ്മുടെ കോളേജ് റൂളുണ്ട് താടി ഷേവ് ചെയ്യണം. നമുക്ക് ഒരു പ്രശ്നമില്ല, നമുക്കില്ലല്ലോ. അല്ല ഞാനാണെങ്കിൽ എനിക്ക് ആകെപ്പാട് ഇവിടെ ഇച്ചിരി ഇത് വന്നിട്ടുണ്ട്, ഇവിടെ അപ്പോഴും കട്ടി തീരെ ഇല്ല, മീശയും ഭയങ്കര കുറവാണ്. ഞാൻ വന്നപ്പോ തൊട്ട് ഇത് വെച്ചേക്കും. അതെ ഞാൻ അത് കറ ഷേവ് ചെയ്യാറില്ല. ഞാൻ വന്നപ്പോ തൊട്ട് ഇത് വെച്ചേക്കുന്നത് ലുക്കാന്ന് പറഞ്ഞ്, അതായത് അത്രയും വന്നപ്പോ എന്തോ ചേഞ്ച് വന്നു മുഖത്തിന്. ഇത് ഷേവ് ചെയ്താൽ ഭയങ്കര വൃത്തിയായിട്ട് ഫീൽ ചെയ്യുന്നു. അതിനിത് വെച്ച് ഷേവ് ചെയ്താണ് ഇപ്പോഴും കട്ടിയില്ലാത്തത്. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ഷേവ് ചെയ്തിട്ട് സ്റ്റൈലിന് ഇവിടെ മാത്രം വെക്കൂലേ, അതിന് വേണ്ടി വെച്ച് അങ്ങനെ വെക്കാൻ വേണ്ടി എനിക്ക് മേളിലോട്ടൊന്നും ഇല്ല. അപ്പൊ വെച്ച് വന്നപ്പോ ഇവിടെ മാത്രം. അപ്പൊ എന്റെ മാത്സ് ടീച്ചർ കണ്ടുടനെ എൻ്റെ അടുക്ക അവിടെ വന്നിട്ട് ചോദിച്ചു എന്താ നീ താടി എറിഞ്ഞ് വീണ, ഇങ്ങനെ എറിഞ്ഞിട്ട് അത് ആ ഒരു സമയത്ത് ഒരു ട്രെൻഡ് ആയിരുന്നു. ഈ ഒരു സാധനം മാത്രം വെക്കാം. പിന്നെ ദിൽചാത്തയുടെ സമയത്ത് ഇവിടെ ഈ ഒരു സാധനം അതൊന്നും എനിക്ക് ഇപ്പോഴും വന്നിട്ടില്ല. പിന്നെ ഈ മീശ എടുത്ത് കളഞ്ഞിട്ട് ഇത് മാത്രം വെക്കാം. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ, നമ്മൾ ഏത് കാര്യം നമ്മളെ വല്ലാണ്ട് ആഗ്രഹിക്കണോ ആ സാധനം നടക്കൂല. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയിട്ട് ബാർബർ ഷോപ്പിൽ പറഞ്ഞിട്ട് പറയുന്നതാണ് ചേട്ടാ കൃതാവെന്ന് ഇറക്കി വെച്ചിട്ട് ഇത് ഇവിടുന്ന് തിരിച്ചിട്ട് നീളത്തിട്ട് താഴോട്ട് പോടാ. അപ്പൊ ഈ സാധനം അതാ പറഞ്ഞത്, അതെനിക്ക് ഇപ്പോഴും വന്നിട്ടില്ല. കൃതാവ് ഇറക്കി വെക്കുക എന്നുള്ളത് എന്റെ ഒരിക്കലും ഞാൻ മരിക്കണ വരെ നടക്കാൻ സാധ്യതയില്ലാത്തൊരു. ഈ മുടി വെട്ടിട്ട് സ്കൂളിൽ പോകുമ്പോൾ ഓക്വേർഡ്നെസ് ഉണ്ടായിരുന്നു പണ്ട്. ആർക്ക്? നിനക്കും ആർക്കെങ്കിലും? എവിടെ പോയാലും ഉണ്ടായിരുന്നു. മുടി വെട്ടിട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ മുടി വെട്ടാനിരിക്കുന്ന സമയത്ത് നോക്കുമ്പോൾ നമ്മൾ എന്ത് ലുക്കാ എന്ന് വെച്ചാൽ ആ സമയം മുടി സെറ്റ് ആയിട്ട് വെട്ടിത്തീരുന്ന 3 മിനിറ്റ് മുമ്പ് വരെ രസമുണ്ട്. പക്ഷെ ആ ഒരു പോയിന്റ് കഴിഞ്ഞ് നമുക്ക് പറയാൻ പറ്റില്ല, നമ്മൾ ഇൻട്രോവേർട്ട് ആയി പോയോണ്ട് ഇത് മതി ഇത് കൊള്ളാം. അപ്പൊ അവര് പുച്ഛിക്കും, ഇത് പകുതിക്കും നിർത്താൻ പറ്റൂല, ഇവർക്ക് ഇതൊരു പ്രോസസ് ആണല്ലോ, ഇത് എന്റെ ആയില്ല എന്നുള്ളതിൽ ഇവരുടെ സാറ്റിസ്ഫാക്ഷൻ വേണ്ടി പിന്നെ വെട്ടുന്നത്. എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവന്മാര് ബാർബർ ഷോപ്പ് ബ്യൂട്ടി പാർലർ ലെവലിലേക്ക് കൊണ്ടുവരുന്ന സാധനങ്ങളിൽ മറ്റേ നോർത്ത് ഈസ്റ്റിൽ നിന്നോ അല്ലെങ്കിൽ നോർത്ത് സൈഡിൽ നിന്നോ ആൾക്കാരെ കൊണ്ടുവരുന്ന എംപ്ലോയീസ് ആയിട്ട് നിർത്തുന്നത്.
ഇവരിവിടുന്ന് നമ്മൾ ദുബായ്ക്കൊക്കെ പണ്ട് ജോലി അറിയാന്ന് പറഞ്ഞ് പോകുന്നത് പോലെ എനിക്കൊന്ന് അവരൊരു ട്രെൻഡായിട്ട് ഇറങ്ങിയേക്കാം. അവർക്ക് മുടിവെട്ടാൻ അറിയാവുന്ന എനിക്ക് സംശയമുണ്ട്. ജസ്റ്റ് വന്ന് പണിഞ്ഞ് പഠിച്ച് നിൽക്കുന്നതാന്ന് തോന്നിയിട്ടുണ്ട്. അവർ ജസ്റ്റ് വന്നിങ്ങനെ എല്ലാം വെട്ടി തന്നെ അവർ വെട്ടി വെട്ടി പഠിക്കുക നമ്മളെ വെച്ചിട്ട്. എന്നിട്ട് അവർ ഫാമിലി പോയി പറയും കേരളത്തിൽ പോയാൽ മതി, മുടി വെട്ടി ജീവിക്കാം, മുടി വെട്ടി സൂപ്പർ ബിസിനസ് ആണെന്ന് പറഞ്ഞാൽ അവർ വരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനകത്ത് വേറെ സംഭവം മറ്റേ നമ്മൾ ഒരുപാട് മുടി ആയിട്ട് ഞാനാണെങ്കിൽ മാക്സിമം മുടി വെച്ചിട്ട് നമ്മൾ എന്നുവെച്ചാൽ നമ്മൾ ആ ഒരു മുടി ഉള്ളതാണ് നല്ലതെന്ന് വിചാരിച്ചാണല്ലോ ഇത് വളർത്തുന്നത്. ഒരു പോയിന്റ് ആകുമ്പോഴാണ് ഇത് വൃത്തികേടായി പോകണം, അപ്പോഴാണ് വെട്ടാൻ പോണത്. കടക്കാരനും ആ ഒരു പുച്ഛമുണ്ട്, പറ്റുന്ന പോലെ വളർത്തിക്കൊണ്ട് വന്നേക്കും. അതുണ്ട് ലാഭം ഉണ്ടാക്കാൻ ആ സ്കീം. എൻ്റെ അച്ഛനൊക്കെ ആ സെറ്റപ്പാ, മാക്സിമം വളർത്തും എന്നിട്ട് മാക്സിമം വെട്ടും. അപ്പോൾ ആ ഒരു പീരീഡ് കവറായി കിട്ടൂലേ. ഞാനിപ്പോഴും അങ്ങനെ തന്നെയാണ്. കൊല്ലത്തിൽ ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമാണ് എൻ്റെ മുടി വെട്ടലുള്ളൂ. ഞാനത് +2 തുടങ്ങി ഞാൻ മുടി വളർത്തുന്നതാ. +2 പഠിക്കുമ്പോൾ തുടങ്ങി. അതായത് ജോൺ എബ്രഹാം വന്നപ്പോഴാണ് ഞാൻ ഈ മുടി വളർത്തൽ തുടങ്ങുന്നത്. ധൂം. അപ്പോൾ ആ സമയത്ത് സ്റ്റൈൽ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് മുടിയാണ്. എൻ്റെ ആണെങ്കിൽ ചുരുളം മുടി പണ്ടാറ് സ്ട്രെയിറ്റ് ആക്കാൻ വേണ്ടിയില്ല. എന്നിട്ട് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നിലേക്ക് ചെയ്യും, എന്നിട്ട് തൊപ്പി ഇതിങ്ങനെ വെക്കും നല്ല ടൈറ്റായിട്ട്. കുറച്ച് നേരം എടുത്ത് കഴിയുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പിരിഞ്ഞ് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരും. ഞാൻ മുടി വളർത്തുന്ന സമയത്ത് ചുരുളം മുടി സ്റ്റൈലേ അല്ല. ഇത് ജോണിന്റെ ഫാമിലി വേറെ എവിടെ നിന്നാണ് ഈ മുടി വരുന്നത്? അവരുടെ ഫാമിലി അപ്പൂപ്പനുണ്ട്, പുള്ളിക്കാരൻ ഇങ്ങനെ ഗോവയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും കൊടുത്തു. ജോണിന്റെ പാരന്റ്സിനോ ചേട്ടനോ ഇങ്ങനത്തെ ഒരു മുടി എല്ലാവർക്കും ഉണ്ടല്ലോ. ചേട്ടന്റെ എന്റെ പോലെ തന്നെ മുടി കുറെ കൂടി ഉള്ളുള്ള ടൈപ്പ് മുടിയാണ്. പിന്നെ കോളേജിൽ ചെല്ലുന്ന സമയത്ത് ഇതൊരു വലിയ ബാധ്യതയായിരുന്നു. എന്റെ കോളേജിലെ ഡയറക്ടർക്ക് എന്നെ കണ്ടു കഴിഞ്ഞാൽ പിടിക്കൂല. ഈ തല കണ്ടു കഴിഞ്ഞാൽ ആളപ്പോ ഒച്ചപ്പാടും വേളം തുടങ്ങും. അപ്പൊ ഏതൊരു കേസിന് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു പ്രാവശ്യം കോളേജിൽ എന്തോ സസ്പെൻഡ് ചെയ്തോ എന്തോ നിർത്തിയേക്കാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ കളിക്കുന്ന ഒരു സാറുണ്ടാവില്ല നമ്മുടെയും. ഞാൻ എന്തെങ്കിലും പിടിക്കാനുള്ള സാധനങ്ങളാണ് പറഞ്ഞിരുന്ന കണ്ട് ഞാൻ ചിരിച്ച. ഞാൻ മിണ്ടത്തില്ല, ഞാനൊന്നും പറയത്തില്ല. അല്ല അപ്പൊ നമ്മള് സ്റ്റുഡൻസിന്റെ സൈഡാണ് നിൽക്കുന്ന. സാറിന് ഈ പ്രിൻസിപ്പൽ അല്ല ചെയർമാൻ അവരുടെ ഒക്കെ സൈഡ് നമ്മള് രണ്ടുപേരും ഒരു കണക്ട് ചെയ്യുന്ന ഒരു സാറുണ്ടാവല്ലോ ഇതിന്റെ ഇടയിൽ. അപ്പൊ ഇയാള് നമുക്ക് തോന്നും ഇയാൾ അങ്ങനത്തെ ആളാണ്, പക്ഷെ ഇയാൾ അതല്ല, ഇയാള് വേറെ ആളാണ്. അപ്പൊ ഞങ്ങളിതൊരു 5-6 പേരെ പിടിച്ചിട്ടുണ്ട്. അന്ന് എന്തോ ഒരു ഓണം സെലിബ്രേഷനുമായി അനുബന്ധമായ എന്തൊരു കാര്യത്തിന് ഇയാളെ പുറത്താക്കിയേക്കാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഈ തെണ്ടി വന്നിട്ട് എന്റെ അടുത്ത് സാറല്ലേ ഇയാള് വന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ്, എടാ നിന്റെ മുടി വെട്ടിക്കഴിഞ്ഞാൽ ഡയറക്ടർക്ക് പകുതി പ്രശ്നം നിന്റെ ഈ തലയാണ് പ്രശ്നം, നീ മുടി വെട്ടിട്ട് വന്ന എല്ലാവരും ക്ലാസ്സിൽ കയറ്റാൻ തന്നെയാണ്. മറ്റേത് എന്റെ മാത്രം തീരുമാനം മതി, ഈ 6 ആളുടെ കാര്യം കൂടി തീരുമാനിക്കുന്ന കാര്യമായതുകൊണ്ട് ഇത് എന്റെ പറഞ്ഞിട്ട് ആ മുടി വെട്ടാ മയില് വെട്ടിയേക്കാന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ബാർബർ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഞാൻ മുടിയൊക്കെ വെട്ടിയിട്ട് ഞാൻ തിരിച്ചിങ്ങോട്ട് കോളേജിൽ വന്ന് ഈ ഡയറക്ടറിനെ പോയി കണ്ടു. ഡയറക്ടറിനെ കണ്ടപ്പോൾ ഈ സാർ പറഞ്ഞു, സാർ ജോൺ മുടി വെട്ടിയെന്ന് പറഞ്ഞു. ആ താൻ മുടി വെട്ടിയില്ലേ, നല്ല ഭംഗിയുണ്ട്, എന്ത് വൃത്തിയുണ്ട്, നാളെ വീട്ടിൽ നാളെ കൊണ്ടുവന്നിട്ട് കയറിയാൽ മതി. ഞാനിരുന്ന താടി കട്ടയ്ക്കുള്ള സമയത്ത് തല ഷേവ് ചെയ്തിട്ടുണ്ട്. ഓഫീസിലൊക്കെ പിള്ളേർ കട്ടപ്പാന്ന് വിളിക്കുമായിരുന്നു. ഞാൻ ഈ അക്രമം ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്റെ തല അപ്പോഴാണ് എനിക്ക് ഈ മുടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുടി വെട്ടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം അറിയുന്നത്. എന്റെ കഴുത്ത് 1 കിലോമീറ്റർ നീളമുണ്ട്. ഇത് ഈ മുടിയുള്ള കാരണമാണ് കഴുത്തിന് അത്ര നീളം തോന്നാറ്. എന്നിട്ട് ഞാൻ മൊട്ടടിച്ച്. അപ്പൊ നിങ്ങൾ ശരിക്കും മറ്റേ ലവ് ബേർഡ് കുട്ടി മൊട്ട വിരിച്ചിരിക്കില്ലേ, അതുപോലെ ഇരിക്കും. എനിക്ക് ഭയങ്കര വൃത്തിയാണ്. ഞാനിതുവരെ മുട്ട അടിച്ചിട്ടില്ല. ഒരു തവണ അയ്യോ എന്റെ മുട്ട ഒതുങ്ങി നിൽക്കുമ്പോൾ ട്രൈ ചെയ്യുന്നു. ഇത് ഒതുങ്ങുന്നില്ലല്ലോ. ഇത് കൂട്ടുകാരൊക്കെ കൂടി ട്രിമ്മർ ഇത് ഇത്ര മൂന്നൊരു സാധനം കൊണ്ടിട്ട് ഇവര് മുടി വെട്ടാൻ തുടങ്ങിയ തുടക്കത്തിൽ ഒരു ആവേശല്ലേ. ആ ട്രിമ്മർ ചാർജ് ചെയ്യുന്ന ട്രിമ്മർ വയറിൽ കുത്തിയിട്ട് ചെയ്യുന്നല്ലേ. ഇത് തുടങ്ങി പകുതി കഴിഞ്ഞപ്പോ ചാർജ് തീർന്നു. അത് കഴിഞ്ഞപ്പോ ഇവന്മാരുടെ ആവേശം തീർന്നു. ഞാൻ പകുതി മുട്ടടിച്ചിട്ട് ഹോസ്റ്റലിൽ ഇരിക്കുക, ബാക്കി തന്നെകൾ ചെയ്യണ്ടേ. ഇത് കുത്തി വെച്ച് ചാർജ് ചെയ്ത് കൂട്ടുകാരാണ് മുട്ടടിച്ചു കോളേജിൽ പഠിക്കുമ്പോൾ. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സ്റ്റൈലിംഗ് ഡീസെന്റ് ആവുക എന്നുള്ളതിന് ആൾക്കാർ നമ്മുടെ സ്വഭാവമായിട്ടും സ്കൂളിലാണ് ഇതേ വിഷയം. ജോണിനോട് പറഞ്ഞില്ലേ മുടി വെട്ടി വൃത്തിയായിട്ട് വരണം, നീ മുടി വെട്ടാതെ ക്ലാസ്സിൽ കയറരുത്, എന്തൊരു കോലമാണ് ഇത് എന്ന് പറഞ്ഞ ആൾക്കാരെ ഡീസൻസി പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് സ്റ്റൈലിംഗ് പഠിപ്പിക്കുക. താടി ഷേവ് ചെയ്തിട്ട് വരണം, തലമുടി വെട്ടിയിട്ട് വരണം, തലമുടി നീട്ടാൻ പാടില്ല, ഡ്രസ്സ് ഇൻസേർട്ട് ചെയ്യുക, ഇതൊക്കെ നമ്മുടെ സ്കൂളിൽ നമ്മളെ എന്റെ കാലത്ത് അങ്ങനെയാണ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെ എനിക്ക് ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? നമ്മൾ ഈ പ്രോഗ്രസീവ് ആയിട്ടും സ്കൂളിൽ അങ്ങനെ തന്നെയാണോ? 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ പോകുന്ന ഞാൻ കണ്ടു പെൺകുട്ടികളൊക്കെ മുടി കളറൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു സ്കൂളിൽ ഇപ്പൊ മാറി തുടങ്ങിയിട്ടുണ്ട് മുടി വെട്ടാൻ പറഞ്ഞാൽ കളർ. ഈ പറഞ്ഞ ആണുങ്ങൾക്കാണല്ലോ
പ്രശ്നം. നിങ്ങക്ക് തോന്നല പെൺപിള്ളേരുടെ സ്കൂളിലും ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. വല്ലാണ്ട് മേക്കപ്പ് ചെയ്ത് വരുമ്പോ, പ്രത്യേകിച്ച് കോൺവെന്റ് സ്കൂളിലെ കന്യാസ്ത്രീമാര് അതെ കാര്യമായിട്ട് അവറ്റകള് ഡയറക്റ്റ് അടിക്കും. നീയൊക്കെ എന്തിനാ ഇങ്ങോട്ട് ഈ ഒരുങ്ങി കെട്ടി വരണേ? ഈ സാധനം ഇവർക്ക് സ്ഥിരമായിട്ട് കേൾക്കണ സാധനം. നമ്മുടെ കാലഘട്ടത്തിൽ എല്ലാ പെൺകുട്ടികളും കേട്ടിട്ടുള്ള അതായത് ഒരു ഇത്തിരി അധികമായിട്ട് അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പഠിപ്പിക്കുന്ന സ്കൂളിൽ കന്യാസ്ത്രീമാരുണ്ടെങ്കിൽ പറയും അവൾ എന്തിനാണ് ഒരുങ്ങി കെട്ടി ഇങ്ങോട്ട് വരുന്നത്, പഠിക്കാനാണോ എന്തിനാണോ എന്നുള്ള ചോദ്യം അവർ ചോദിക്കും. അവർ ചോദിക്കുന്നത് ന്യായമാണ്, കാരണം അവർക്ക് കൊതിക്കറിവുണ്ടാവും. അതെ ബേസിക് സാധനം അത് തന്നെയാണ്. അതല്ലേ നമ്മൾ നന്നായിട്ട് ഒരുങ്ങി കെട്ടി വന്നേക്കോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്നല്ലേ. അത് പെൺകുട്ടികളുടെ വിഷയം, നമ്മളതിൽ ഇടപെടണ്ട, അവർ തമ്മിൽ തീർത്തോളം അത് അവർ തമ്മിലുള്ള പ്രശ്നം. അല്ല അതിപ്പോ കുറെ മാറി. ഇന്ന് ഇപ്പോഴത്തെ നമ്മുടെ കാണുന്ന ജെൻസി കിഡ്സ് നമ്മുടെ പ്രേക്ഷകർ കാണുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ നിങ്ങളുടെ സ്കൂളിൽ പറയുന്നുണ്ട് മുടി വെട്ടിയിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി, അല്ലെങ്കിൽ മുടി അങ്ങനെ ചെയ്യരുത്. ഫാഷനിൽ ടീച്ചേഴ്സ് ഇടപെടുന്നുണ്ട്. നമ്മുടെ കാലഘട്ടത്തിൽ ഫാഷനിൽ നമുക്കൊരു റോളും ഇല്ലായിരുന്നു, പേരൻസും ടീച്ചേഴ്സാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഫാഷൻ എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരിക്കൽ മറ്റേ ബർത്ത്ഡേക്ക് മറ്റേ ഇത് കളർ ഡ്രസ് യൂണിഫോമിന് കോളേജിലൊക്കെ എത്തിയപ്പോൾ, കോളേജല്ലല്ലോ സ്കൂൾ ഇതിലൊക്കെ തുടങ്ങി യൂണിഫോമിലൊക്കെ നമ്മള് ഈ നമ്മുടെ സമയം എന്നൊക്കെ പറയുമ്പോ കുറച്ച് പഴയതാണ്. ഷോർട്ട് ഷർട്ട്, അതായത് ഇതുവരെയുള്ള ഷർട്ട് ഞൊള്ളിക്കയ്യുണ്ടോ, എന്നിട്ട് ഈ സാധനം ഇതുവരെയുള്ള ഷർട്ടും ഇറക്കല്ലാത്ത ഷർട്ടും തയ്ച്ചിട്ട് വരും. അപ്പം ചോദിക്കും മോനെ എന്തെന്നാണ് ഈ സാധനം. ഷോർട്ട് ഷർട്ട് ട്രെൻഡ് ആയിരുന്നു. പക്ഷെ സ്കൂളിലെ യൂണിഫോം അങ്ങനെ തയ്ച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അധ്യാപകർ വഴക്ക് പറയാം. എന്റെ സ്കൂളിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ബൂട്ട് കട്ട് അങ്ങനെ സാധനം ട്രെൻഡ് ഉണ്ടായിരുന്നു. ബൂട്ട് കട്ട് ഇത് യൂണിഫോം തയ്ച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിടിക്കുമായിരുന്നു, മാറ്റിക്കുമായിരുന്നു. ഒരേ ഫോർമാറ്റിൽ എല്ലാവരും ഒരേപോലെ. ലോ വേസ്റ്റ് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ലോ വേസ്റ്റ് ട്രെൻഡിങ് ആയിരുന്നു. ലോ വേസ്റ്റിനെ ഭയങ്കര കുറെ പേര് തെറിയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഷഡ്ഡി കാണിക്കുന്നു പറഞ്ഞ പോലീസ് ചൂരിൽ വെച്ച് അടിക്കുന്ന സെറ്റപ്പ് ഉണ്ടായിരുന്നു ഞാൻ വായിക്കുന്നത്. പിന്നെ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. ഈവ് ടീസിംഗ് എന്ന് പറഞ്ഞ് ഗ്രൂപ്പായിട്ട് കൂടി നിൽക്കുന്നത് ഈവ് ടീസിംഗ് നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട്. ഈവ് ടീസിംഗ് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കാശ് ചെലവാക്കിയ ജെട്ടിക്കാണല്ലേ. ജീൻസ് ഇങ്ങനെ വലിച്ചു താത്തിട്ട് കാണിച്ച് ഷഡ്ഡി കാണിച്ച് നടക്കുന്നവരെ അടിക്കുന്നൊരു പതിവ് ഒരു സമയത്ത് ന്യൂസ് ആയിട്ടുണ്ട്. ശരിക്കും ആ ട്രെൻഡ് വന്നപ്പോഴാണല്ലേ ജോക്കി രക്ഷപ്പെട്ടത്. ജോക്കി ഒരു എല്ലാവർക്കും അറിയാവുന്നൊരു ബ്രാൻഡ്, അത് അങ്ങനെയല്ലേ? ശരിക്കും ബാക്കി ഏത് ബ്രാൻഡിനെയൊക്കെ ജോക്കിയാണ് ഷഡ്ഡി ഏറ്റവും വലിയ ബ്രാൻഡ് എന്തോ ആൾക്കാർ പറഞ്ഞു പൊലിപ്പിക്കുന്നത്. കാരണം ഇത് കാണിക്കാൻ തുടങ്ങിയപ്പോഴത് അകത്തെന്തോ ബ്രാൻഡ് കാണിക്കണം എന്നുള്ള ചിന്ത വന്നേ. അതായത് ഇങ്ങനെ ഈ അഴവലിച്ചേട്ടി പോലത്തെ സാധനമായിരുന്നല്ലേ. അത് തന്നെ ലെക്സ് ഒക്കെ ആയിരുന്നു ബ്രാൻഡ്. ഫ്രഞ്ചി ഇല്ല അതൊന്നും അതിനും ബൈക്കിലാണ് മറ്റേ റോഡ് സൈഡിൽ 400 അത് ഞാൻ മേടിച്ചിട്ടില്ല. എന്റെ ഇപ്പോഴും ഉണ്ട്. അയ്യോ എന്റെ സ്റ്റൈലിങ്ങിനെ പറ്റി പറയും ജോൺ. ഇവന്റെ ചെട്ടി ഇവന്റെ ഭൂമി നിൽക്കണ കാരണം ഇവന്റെ 4 ടൈപ്പ് ചെട്ടികളുണ്ട്. ഒരു സാധനം തെങ്ങ് കയറാൻ പോകുമ്പോ തളപ്പനായിട്ട് ഇടുന്ന അനതുണ്ട്. അതിങ്ങനെ പിരിഞ്ഞവിടെ അഴമ കിടക്കുന്നുണ്ട്. ഞാൻ ഹയർ സെക്കൻഡറി പഠിക്കുമ്പോ അച്ഛൻ വാങ്ങിച്ചു തന്നതാണ്. എടാ ഇത് കൊണ്ടുപോയി കളയടാ, അല്ലെങ്കിൽ ഈ സാധനം പുറത്തഴയ മുടക്കാടല്ലടാ അവനോട് പറഞ്ഞിട്ട്. ഇത് ഇവന്റെയാണോ എന്റെയാണോ അറിയില്ലല്ലോ. ആ സാധനം ശരിക്കും കാലം ഇങ്ങനെ ഇട്ടിട്ട് തെങ്ങേറി പോകും. അത്യാവശ്യം വന്നാ പറയാൻ പറ്റൂലല്ലോ. അല്ല ഇവിടെ പൊക്കണേ നിറഞ്ഞിട്ടല്ലോ പെട്ടെന്ന് ഏതേലും രാത്രി നീ എന്താ ഞാൻ തെങ്ങ് മുതലാളി തളപ്പൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അത് ഇട്ടിട്ടാ നീ തെങ്ങേറാൻ പോയെന്നുണ്ടെങ്കിൽ നിനക്ക് തേങ്ങ ഇറക്കാൻ പറ്റില്ല. അത് കണ്ട ഒരാള് എനിക്ക് എന്റെ സ്റ്റൈലിങ്ങിനകത്ത് കാണുന്ന സാധനം മൊത്തം അനിയന്റെയും ചേട്ടന്റെയും ആണ്. ജെട്ടി അടക്കം എന്റെ അനിയന്റെയും ചേട്ടനാണ്. ഞാൻ ടെക്സ്റ്റൈൽസ് പർച്ചേസിന് പോകാറില്ല. എന്റെ ഓർമ്മയിൽ ഞാൻ 2 തവണയാണ് ടെക്സ്റ്റൈൽസിൽ കയറിയത്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മയുടെ അനിയത്തിയും ഹസ്ബൻഡും ഒക്കെ വീട്ടിൽ വന്നായിരുന്നു. അപ്പം നമ്മൾ ഫിനാൻഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് പുള്ളിക്കാരൻ വന്നിട്ട് ഇങ്ങനെ കസിൻസ് അല്ലേ ഇതിലും ഭേദം ജെട്ടി ഇടാണ്ടിരുന്നു. അപ്പൊ എനിക്ക് സമയം കിട്ടാറില്ല. അല്ല പുള്ളിക്കാരൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ പിള്ളേർ കസിൻസ് ഞങ്ങളുടെ പിള്ളേർക്കെല്ലാം ഡ്രസ്സ് എടുത്തു പരിപാടിയുണ്ട്. പുള്ളി ഇങ്ങനെ 5ാം ക്ലാസ്സിൽ വന്നപ്പോൾ കൊണ്ടുപോയി ടെക്സ്റ്റൈൽസിൽ കൊണ്ടുപോയി ഡ്രസ്സ് എടുത്തു തന്നു. അവരിങ്ങനെ ചോദിക്കല്ലേ മോനെന്ത് വേണം, എനിക്കൊരു ചെട്ടി. ഇല്ല ഞാൻ അതേപറ്റി കൺസേൺഡ് അല്ലേ, ഞാൻ അധികം സമയം ഇടാറില്ല എന്നൊന്നും. അഞ്ചിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് അത്യാവശ്യമില്ല. ഇപ്പോഴിടുന്നത് വേറെ ആവശ്യമുള്ളത്. ഇതുവരെ കുരുങ്ങിയിട്ടില്ല എനിക്ക്. ഞാനും ആ കൊച്ചിലെ ഒരു 3-4 വരെ ഇടൂലായിരുന്നു. അപ്പോഴത്തേക്കാണ് കുരുങ്ങിയത്. കഴിഞ്ഞിട്ട് ഞാൻ ഇടാൻ നിക്കറിടുവാണെങ്കിലും ജെട്ടി ഇട്ടിട്ട് ഇടും. റിസ്ക് എടുക്കാൻ പറ്റൂല. ഞാൻ കുരുങ്ങിയപ്പോ ഞാൻ തീർന്നു, കരിയർ തീർന്നു, എന്റെ കുടുംബജീവിതം തീർന്നു.
അത് എല്ലാവരുടെ ജീവിതത്തിൽ ഒരു എക്സ്പീരിയൻസ് കുരുങ്ങലുണ്ട്. എന്റെ സ്ഥിരമായിട്ട് കുരുങ്ങായിരുന്നു എക്സ്പീരിയൻസ് അല്ലല്ലോ, ഒരുപാട് തവണ കുരുങ്ങുമായിരുന്നു. ഇല്ല, നമ്മളൊറ്റ രാവിലെ ഓട്ടോയ്ക്കാണ് സ്കൂളിൽ പോണത്. ഞാനും ചേച്ചിയും കൂടെ ഒരുമിച്ച് ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്. അവിടത്തേക്ക് രാവിലെ റെഡി ആകുമ്പോൾ ഞാൻ അപ്പോഴും ലേറ്റാണ് എഴുന്നേറ്റ് റെഡി ആവാനൊക്കെ. അപ്പോൾ ഇതുപോലെ തീർത്തി വെച്ച് റെഡിയാക്കി, അപ്പോൾ ഇത് സമയം ലാഭിക്കാൻ വേണ്ടിയാണ് മറ്റേത് ഇടാൻ നിൽക്കപ്പെടുന്നത്. ഇട്ടിട്ട് അപ്പം അമ്മയ്ക്ക് വെച്ച് കുടുക്കി അമ്മ ഓടി വരും. എന്നിട്ട് പിന്നെ കുറേ നേരം പണിയെടുത്ത് അടക്കേടാണ്, പിന്നെ രക്ഷപ്പെടണമല്ലോ. അവസാനം ഞാനിന്ന് പോവാതിരുന്നാലോ. അപ്പോൾ പിന്നെ അവസാനം അപ്പം അമ്മ ധൃതി കൂട്ടും, അപ്പോൾ വേദന എടുക്കും. അവസാനം ചേച്ചിയാണെങ്കിൽ ഇത് മുതലെടുത്തിട്ട് നേരത്തെ ഓട്ടോയപ്പോൾ ഇരുന്നിട്ട് പറയും അവനിങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ ആരും ചോദിക്കരുത് എന്നൊക്കെ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. എന്നിട്ട് ഇങ്ങനെ ഓട്ടോ വരുമ്പോഴത്തേക്ക് അവനോടൊന്ന് ചോദിക്കരുത് പ്ലീസ്, അവന് ചെറിയ ബുദ്ധിമുട്ടുള്ളതാണ്, അവന് മൂത്രം ഒഴിക്കുന്നത് ചെറിയ ബുദ്ധിമുട്ടുണ്ട്, അവനോടൊന്ന് ചോദിക്കില്ലെന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. സ്ഥിരം പരിപാടിയാണ്. എനിക്ക് അങ്ങനത്തെ ഒരു ഓർമ്മയില്ല. ഇല്ല, കുടുങ്ങിയിട്ടില്ല. എന്റെ കുടുങ്ങിയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ടല്ലോ. ഞാൻ എനിക്ക് എവിടെ എത്തിയിട്ട് പ്രത്യേകിച്ച് ധൃതിയൊന്നുമില്ല. എത്തുന്നതിന് ധൃതിയിലല്ല, ഇത് നമ്മൾ അറിയാതെ കയറ്റിയിടുമ്പോ ഷഡ് ഇടാതിട്ട് ഉറപ്പായിട്ടും കുടുങ്ങുമായിരുന്നു. എനിക്ക് കുടുങ്ങാനുള്ള സാധ്യത കാരണം ഞങ്ങൾക്ക് തൊലിക്ക് അറ്റയില്ലല്ലോ, അറ്റത്തെ തൊലിയാണ്. അപ്പൊ എന്ത് പിണ്ണാക്കി കുടുങ്ങണ? ഇതല്ലാതെ സൈഡിൽ കയറി കുടുങ്ങും. അത് തൊലിയറ്റം കുടുങ്ങിയാൽ പിന്നെ കുഴപ്പമില്ല, തൊലി കട്ട് ചെയ്തില്ല. ഇത് ഓൾറെഡി തൊലി പണ്ടേ കട്ട് ചെയ്ത് കളഞ്ഞാണ്. ഇതിന് മെയിൻ പാർട്ടിലാണ് കുടുങ്ങാൻ പോകുന്നത്. അങ്ങനെ ഒന്ന് രണ്ടോട്ടം കുടുങ്ങിയിട്ടുണ്ട്. എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. സോ എന്റെ ഫസ്റ്റ് ഓർമ്മ ഏതാണ് ടെക്സ്റ്റൈൽസിൽ കൊണ്ടുപോയി ഞാൻ എടുക്കുന്നത്. രണ്ടാമത് എൻ്റെ ഒരു ഗേൾ ഫ്രണ്ട് എന്നെ കോളേജിന്റെ സമയത്ത് കൊണ്ടുപോയിട്ട് ടെക്സ്റ്റൈൽസിൽ നിന്ന് എനിക്ക് ഷർട്ട് എടുത്ത് തന്നിട്ടുണ്ട്. ഞാൻ ഈ ഷർട്ട് കാണണം എനിക്ക് നല്ല ഇല്ല എന്നോട് ആരും ഇട്ട് കാണണം ആരും പറഞ്ഞിട്ടില്ല, ഊരി കാണണം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് ആക്ച്വലി അത് നീ ഊരിയിട്ടും കാണുന്നില്ലല്ലോ. ഊരിയിട്ട് കണ്ടില്ലേ, വർക്ക് ചെയ്യണം കാണണമെങ്കിൽ. അങ്ങനെ ഇതൊന്നും അത്ര എളുപ്പം കിട്ടുന്ന കാര്യങ്ങളൊന്നുമല്ല. ഈ പിശാചി താടി പഠിക്കാറില്ല. അപ്പൊ നിനക്ക് ആലോചിച്ചറിയൂടെ? അപ്പൊ പിന്നെ കാണൂല. അങ്ങനെ തട്ടുമ്പോ ചാടിപ്പുറത്തേക്ക് സിംഹരാജല്ലേ ഇവന്റെ സിബി കുടിക്കാറുണ്ട്. സോ രണ്ടാമത്തെ ടെക്സ്റ്റൈൽ യാത്ര അതാണ്. എനിക്ക് ടെക്സ്റ്റൈൽ യാത്ര പോലെ തോന്നുന്നത്. പിന്നെ റീസെന്റ് 2018 എന്റെ ഇക്ക എന്നെ കൊണ്ടുപോയിട്ട് ബ്രദർ. റീസെന്റ് 2018 ഇതാ എന്റെ കോവിഡ് വന്നപ്പോ 3 കൊല്ലം നമ്മുടെ എല്ലാവരുടെയും അക്കൗണ്ടിൽ നിന്ന് എടുത്ത് മാറ്റി. ആക്ച്വലി കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ കൂടിയത് ജോക്കിയുടെ ഷെയർ ഇടിയെന്തോ ചെയ്തു. കാരണം ആൾക്കാർ വീട്ടിലിരിക്കില്ലേ, ഇടുന്നില്ലല്ലോ, സാധനം പർച്ചേസ് നടക്കുന്നു. പക്ഷെ മാസ്ക് ഇറക്കി ജോക്കിയുടെ മാസ്ക് ഇറക്കി. പക്ഷെ കഴിഞ്ഞ 10 വർഷത്തിൽ എന്താ ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്ക് ജോക്കിയുടെ സ്റ്റോക്കാണ്. കാരണം ജെട്ടി ഇടുന്ന ട്രെൻഡ്, അല്ലെങ്കിൽ ആൾക്കാർ ജെട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. കല്യാണത്തിന് ഇതൊരു ചടങ്ങാ പുതിയ അണ്ടർവെയർ മേടിക്കല്. പിന്നെ നമ്മള് കല്യാണം കഴിച്ചിട്ട് നമുക്ക് അറിയത്തില്ലല്ലോ. ആരാണ് പറഞ്ഞത്? അല്ല, അത് ഒരു ബാക്കി എല്ലാ ഡ്രസ് എടുക്കണ പോലെ തന്നെയാണ് അണ്ടർവെയർ പുതിയത് 4 എടുക്കല്. 4 അതെന്ത് കണക്ക്? വെറുതെ 4 എണ്ണം പറഞ്ഞതാ. ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് 4 കണക്ക് നമുക്കറിയത്തില്ലേ ഇത്. നിനക്ക് മേടിക്കണ്ട, നമ്മള് കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ. അത് മേടിക്കണോണ്ടാണോ? അതല്ല, അത് മേടിക്കാതെ കാര്യങ്ങൾ നടക്കുന്നുള്ളതുണ്ട്. പിന്നെന്താ കല്യാണം കഴിക്കുന്നത്? ഞാൻ ബ്രദറിന്റെ ചേട്ടനെ അനിയന്റെ, അതുകൊണ്ട് എനിക്ക് ചേട്ടൻ അതുകൊണ്ടായിരിക്കും എന്നെ വിളിച്ചോണ്ട് എനിക്ക് ജീൻസ് വാങ്ങി തന്നെ. കാരണം പുള്ളിക്കാരന്റെ ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അനിയന്റെ അങ്ങനെ എനിക്കൊന്ന് ഒരാളുടെ വാർഡ്രോബില് അയാൾക്ക് ഉപയോഗിച്ച് തീർക്കാൻ പറ്റാത്ത വിധത്തിൽ 30% 40% എക്സ്ട്രാ സാധനം ഉണ്ടാവും. ഒരാളുടെ ലൈഫിൽ അയാൾ ഉപയോഗിച്ചാലും തീരാത്ത വിധത്തിൽ എല്ലാവരുടെയും. ചിലരുടെയൊക്കെ വാർഡ്രോബിൽ ഒരു 50-60%, അതായത് അവർക്ക് വേണ്ടതിൻ്റെ 3-4 ഇരട്ടിയൊക്കെ ചിലപ്പോൾ കണ്ടേക്കും. എൻ്റെ ചേട്ടൻ്റെ അനിയൻ്റെ ആ എക്സ്ട്രാ വരുന്ന സാധനങ്ങൾ ഞാൻ മിക്കവാറും യൂസ് ചെയ്യുന്നത്. ഇത് അറിയാവുന്ന അനിയൻ എനിക്ക് അവൻ ഷഡ്ഡി അടക്കം അവൻ എനിക്ക് വാങ്ങിച്ച് വെക്കാറുണ്ട്. അതായത് അവൻ്റെ കളക്ഷനെ വാങ്ങിച്ച് ഞാൻ എൻ്റെ ഇട്ടുണ്ടോ അത് അവൻ അറിയാവുന്ന. ഇപ്പം അവർ പലപ്പോഴും ഡ്രസ്സ് എടുക്കുമ്പോൾ എനിക്കൂടെ ചേർത്ത് എടുക്കുന്നത്. അവർ വീട്ടിൽ വാങ്ങിച്ചു വെച്ചേക്കും. ഞാൻ ഇപ്പം ഈ ഷർട്ട് അവൻ എനിക്ക് എടുത്ത് തന്നു, അവൻ എടുത്ത് എനിക്ക് തന്നതല്ല, അവൻ വാങ്ങിച്ചു വെക്കും. അവന് 2 തവണ ഇടും. ഞാൻ ഈ പുതിയത് ഇടത്തിൽ തന്നെ അറിയാം. അവൻ 1-2 ഇട്ടിട്ട് പറയും ഇക്കെ നല്ല ഷർട്ടാന്ന് പറയും. എന്നിട്ട് അവൻ എവിടെയെങ്കിലും ഇട്ടേക്കും. അപ്പൊ പിന്നെ കുറച്ച് ഞാൻ എടുത്തിടും. അങ്ങനെ എനിക്ക് വേണ്ടി അവൻ ഇത്രയും വലിയ എനിക്ക് പറ്റുന്ന ജീവിതം.
എനിക്ക് ടെക്സ്റ്റൈൽസിൽ പോകുന്ന പുതിയ ഷർട്ട് ഇടുന്ന ഇഷ്ടമല്ലെന്ന് അറിയാവുന്നത് അവൻ അങ്ങനെ ചെയ്യും. ഞാൻ ഇട്ടേക്കുന്ന മൊത്തം ഞാൻ എപ്പോഴും എല്ലാവരും പറയും ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് അടക്കം ഇന്ന് ഞാൻ ഇട്ടേക്കുന്നത് എലിപ്പെട്ടിക്കകത്ത് മറ്റേ തേങ്ങക്കത്ത് വെച്ചിട്ട് എലി വീണോന്നൊക്കെ ഇടയ്ക്ക് പോയി നോക്കില്ല. അതുപോലെ എനിക്കൊരു നല്ല ഷർട്ടാട്ടോ എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് കണ്ടിട്ട് പിന്നെ അനിയൻ വന്ന് ഇടയ്ക്ക് നോക്കുക കൊണ്ടുപോയോ. ഇപ്രാവശ്യം ചെട്ടിയാണല്ലോ കൊണ്ടുപോയത്. അതുകൊണ്ട് അവനെ സത്യം പറഞ്ഞ അബുവിന്റെ ഒരു കഥ വേറെ പറയും. എനിക്ക് ജീവിതത്തിൽ ഇന്നവരെ ചെട്ടിയിടാൻ പറ്റിയിട്ടില്ല, എപ്പോ മേടിച്ചിട്ടാണ് എന്റെ ചേട്ടൻ തെണ്ടി അത് എടുത്തിട്ട് പോകും. ഈ ഒരു പുതിയ സെറ്റ് അവൻ പറഞ്ഞത് സ്പെഷ്യൽ ഒക്കേഷൻ ഇടുന്ന ഷഡ്ഡി, അതുകൊണ്ട് ഞാൻ അവൻ്റെ എടുത്തിരുന്നോണ്ട് അവൻ എനിക്ക് പുതിയ 4 ഞാൻ ഒരു തവണ ചെന്നപ്പോൾ പുതിയ 4 എന്താ ബ്രാൻഡ് ഭയങ്കര വലിയ ബ്രാൻഡാണ്. ഇവനും പറഞ്ഞപ്പോ എനിക്ക് നല്ല ബ്രാൻഡാണ്. ഒരു സെക്കൻഡ് ഞാൻ പറയാം. ലെവിസ്, ലെവിസിന്റെ ലിവൈസ് അല്ലടാ, അതന്നെ അതിന്റെ 4 ഷഡ്ഡി വാങ്ങിച്ചു തന്നവൻ. അവൻ അത് പുതിയ അവൻ ഉപയോഗിച്ചിട്ടില്ലെന്ന് എനിക്കും അറിയാം, അവനും അറിയാം. അവൻ ചിക്ക ഇത് എടുത്തു കൊണ്ടു തന്നു. അല്ലെങ്കിൽ ഞാൻ അവന്റെ എടുത്തതെന്ന് അവൻ അറിയാം. ഈ ഷർട്ട് അവൻ അങ്ങനെ എടുത്ത് അവൻ ഉപയോഗിച്ചിട്ട് ഞാൻ എടുത്തു. ഈ വയസ്സിലും ഈ പാന്റും അവന്റെ തന്നെ, ഇതുപോലെ ഇട്ടിച്ച് തന്നെ. സോക്സ് അവന്റെയാണ്, ഷൂ അവന്റെയാണ്. ഇത് ഇപ്പൊ ഇന്ന് ഇട്ടേക്കുന്ന മൊത്തം അബുവിന്റെ കോസ്റ്റ്യൂമായിട്ടേക്കുന്നു, അനിയന്റെ കോസ്റ്റ്യൂമായിട്ട്. എനിക്ക് സ്റ്റൈലിങ് ഭയങ്കര ഒന്നും എനിക്ക് സെൻസ് ഇല്ല അതിന്റെ. എനിക്ക് കണ്ടായിരുന്നു എനിക്കിത് ചെയ്തുവെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഇട്ടോണ്ട് പോവാന്നുള്ളൂ. എനിക്ക് നീ പറയേണ്ട കാര്യമില്ല, അലമാരി തുറന്ന് ആദ്യം കാണുന്ന എടുക്കുന്നത് ഞാൻ പുറത്തിറങ്ങുന്ന ആൾക്കാരെ കണ്ടാൽ മനസ്സിലാവും. ഞാൻ ശ്രദ്ധിക്കാറില്ല. ഇപ്പൊ അനീസിക്കൊക്കെ ഉപയോഗിക്കാത്തൊരു 60% ഡ്രസ് ഉണ്ടോ? ഇല്ല, കാരണം ഇതൊന്നും ഞാൻ കീപ്പ് ചെയ്യുന്നില്ല. ഉപയോഗിച്ച് 99% സാധനം ഞാൻ നേരത്തെ പറഞ്ഞ ചെട്ടി അത് കളയേണ്ട സമയമായി. എനിക്കത് കളയാൻ നശിച്ചു പോവുക. നമുക്ക് ഞാനത് എടുക്കുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ 2ആയിട്ട് കീറി പോകാൻ വേണം. പക്ഷെ ഇതിന് ഇടാൻ പറ്റത്തില്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നത്. അല്ല, അത് പറ്റുന്നിടത്തോളം കെട്ടി കോടായിട്ട് പോയി. അത് കഴിഞ്ഞ് ഞാൻ ഡൈനിങ് ടേബിൾ തുടയ്ക്കാൻ വേണ്ടി മാറ്റിയേക്കും. പട്ടി അറിയാതെ അതൊക്കെ ഇട്ടോണ്ട് പോവല്ലേ. ഇതിപ്പോ നിന്റെ ഈ മുടിയുടെ ചോയ്സ് എന്തായിരുന്നു? ഇത് ആരുടെ ഐഡിയ ആണ്? ഇത് എങ്ങനെയുണ്ട് മഹാദേവ്? ഇതാണ് പെരുന്തച്ചൻ സ്റ്റൈൽ. അവൻ ഉദ്ദേശിച്ചത് പീക്കി ബ്ലൈൻഡേഴ്സിലെ കിലിയൻ മർഫിയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ പെരുന്തച്ചലിലെ തിലകനാണ് സാധനം വന്നത്. എനിക്ക് തോന്നുന്നത് മറ്റേ നമ്മുടെ ഉളിയില്ല, ചളിയുണ്ടെന്ന് കയ്യിൽ. നമ്മുടെ പൊന്നിയൻ സെല്ലിലെ ജയറാമായിട്ട് എനിക്ക് കുറച്ചുകൂടെ പിന്നെ സാമ്യം തോന്നുന്നത്. എന്താ ആ ക്യാരക്ടറിന്റെ പേര്? നമ്പിക്ക് നല്ലത് അങ്ങനത്തെ. ഞാൻ ജനറലി ഇങ്ങനെ വെറൈറ്റി വെട്ടി വെക്കും. ഞാനാണെങ്കിൽ ഇവിടെ നമ്മൾ CCP ആയ സമയത്ത് തലയിൽ CCP എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ അവരുടെ കൂടുതൽ മുതലാക്കാൻ വേണ്ടി എക്സ്ട്രാ വർക്ക് ചെയ്യിപ്പിക്കണം. ഞാൻ ഇവിടെ 3 ലക്ഷമൊക്കെ എഴുതി വെക്കും. മറന്നുമാണ് ഇവിടെ പിന്നിൽ നമ്മൾ എന്താ പിന്നിലെന്താ ചേട്ടാ എന്തെങ്കിലും എഴുതിക്കോ. എനിക്ക് മറ്റേ ഒരു ഇതിന് പോയപ്പോ ഒരു ഇനോഗ്രേഷൻ പോയപ്പോ ഗ്ലാമി ഗംഗ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ഇനോഗ്രേഷൻ. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ കേൾസ് ഒക്കെ ഭയങ്കര ഡിഫൈൻ ആയിട്ട് ഇരിക്കും എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ സാധനം മേടിച്ച് ഇന്നേ വരെ ഉപയോഗിച്ചിട്ടില്ല. കേൾ എന്ത് പറഞ്ഞിട്ട് എന്തൊരു ഒരു സാധനം. ആണുങ്ങൾ സെൽഫ് കെയറിന്റെ കാര്യത്തിൽ ഭയങ്കര പുറകോട്ടാണ് അല്ലെ? ആ കാര്യത്തിൽ ആർക്കും ഇല്ല എല്ലാരും ശ്രദ്ധിക്കുന്നവരുണ്ട്. 90% പുറകോട്ടല്ലേ? നമുക്കറിയാവുന്നവരെല്ലാം. പക്ഷെ പെൺകുട്ടികൾ 90% സെൽഫ് കെയറിന്റെ കാര്യത്തിൽ ഭയങ്കര മുന്നോട്ടാണ്. അവര് ഇപ്പം ചിലര് ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒന്നും വാങ്ങിച്ചില്ലെങ്കിൽ പോലും അവര് നഖം വെട്ടാന്, നഖം വൃത്തിയാക്കാന്, കുറച്ചു നേരം വെള്ളത്തിലൊക്കെ കാല് കുതിർത്തിടാന് അങ്ങനെയൊക്കെ അത്ര എഫേർട്ട് എടുത്തത്. ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരാൻ നേരത്ത് ജോൺ ഓടി വന്നിട്ട് കാല് പൊക്കി ഇങ്ങനെ വെട്ടി നഖം വെട്ടുക, ടപ്പ് ടപ്പ് വെട്ടി. ഇത്ര നീളത്തിലുണ്ട് നഖം, വെട്ടിയ നഖം. ഞാൻ നഖം കൊമ്പണം വെട്ടി. അതുപോലെ ഞാൻ കണ്ട് പേടിച്ചു. ഞാൻ അത് കാരണം ഞാൻ പറഞ്ഞ പൈസ കൊടുത്തിട്ട് നമ്മള് മറ്റേ പ്രോഡക്ട്സ് മേടിച്ച് അങ്ങനെ നോക്കാറില്ല. ഞാൻ മറ്റേ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒക്കെ വെച്ച് നഖമൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട്. കാലെല്ലാം ചെയ്യാറില്ല. അതൊക്കെ ക്ലീൻ. നീ പറയരുത് നഖം വെട്ടണതിനെ പറ്റി. ഇവൻ വെല്ലോടത്തും കാല് കൊണ്ട് നഖം ഇങ്ങനെ പൊളിഞ്ഞിട്ട് എക്സ്പീരിയൻസ് എനിക്ക് കാലം നോക്കി കാണിക്കാം. ഇപ്പൊ ഈ വേദിയിൽ വെച്ച് ഞാനത് ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന് പറയുന്നത്. ഇതിന്റെ കയ്യിൽ നിന്ന് കാണിച്ച് ഞാൻ കൈ കടിക്കും. കൈ കടിച്ചിട്ടുണ്ടോ? ഇതെന്താ ചില ഞാൻ പറയുന്നത്, ഞാൻ ചില പെൺകുട്ടികളുടെ വിരല് കാണുമ്പോ ഈ നടുക്കത്തെ വിരലിൽ നഖം കാണത്തില്ല. അതുപോലെ ഇവന്റെ നടുക്കത്തെ വിരലിൽ മാത്രം നഖം. ഇത് ബാക്കിയുള്ളത് ഇതുണ്ടോ? 2 നഖം വെട്ടിയിട്ടുണ്ട്, 3 വെട്ടിയിട്ടില്ല. ആവശ്യത്തിന് ടെൻഷൻ ഇല്ലാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഇതുണ്ടോ? ഈ വിരല് കണ്ടോ? ഈ വിരൽ ഇത് നഖമുണ്ട്, ബാക്കിയൊന്നും ഇല്ല. കടിച്ചില്ല, അതിനുള്ള ടെൻഷൻ കിട്ടിയില്ല ഈ ആഴ്ച. അതെ, കാലൊക്കെ ഞാൻ ഈ നഖം നോക്കാൻ പോയി ആൾക്കാർ എന്തെങ്കിലും വിചാരിക്കുമല്ലേ? ഞാൻ നഖം നോക്കിയിട്ട് പിന്നെ ആൾക്കാർ കമന്റ് 5 മിനിറ്റ് മുന്നേ പോയി അനീസ് ഇതുവരെ പൊങ്ങി. ഇങ്ങനെ ഇരിക്കുമ്പം ഇതിന്റെ ഡേറ്റ പാക്ക് തീർന്നു കാണുമല്ലേ?
എന്റെ അസിൻ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരന്റെ കസിൻ ഉണ്ട്, അസിന്റെ കസിൻ അതെങ്ങനെയുണ്ട്, അസിന്റെ കസിൻ അമീനിക്കയുടെ ഒരു വലിയ വാർഡ്രോബിനകത്ത് നിറയെ ഞാൻ പെൺകുട്ടികളുടെ ഈ കണ്ടിരിക്കുന്ന ഓരോന്നും ഓരോ ക്രീം, പൗഡർ, അങ്ങനെ ഒരു വലിയ സെറ്റ്, സെൽഫ് കെയറിന് വേണ്ടിയുള്ള വലിയ സെറ്റ്. അത് ഞാൻ സ്ത്രീകളുടെ മാത്രമേ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അത്രയും കാര്യങ്ങൾ ഓരോന്നും ഇവർക്ക് എനിക്കറിയത്തില്ല, ഓരോന്നും ഓരോ സാധനങ്ങളുണ്ട്. കാണും ഏറ്റവും കുറഞ്ഞത്. എന്റെ മോനെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ എന്റെ വീട്ടിലെ ബാത്റൂമിൽ കയറി കഴിഞ്ഞപ്പോ ഇത് എന്താണ് സ്ഥലം എന്ന് എനിക്ക് മനസ്സിലാവാണ്ടായി. അവിടെ ആകെ ഒരു സോപ്പും ഒരു ഇതുണ്ടായിരുന്ന സ്ഥലമാണ്. ഒരു ഷാമ്പു ഞാൻ മേടിച്ചു വെച്ചത്. ഇത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കുറെ സാധനങ്ങൾ. എല്ലാത്തിനും വേറെ വേറെ സോപ്പ് വേണം. ഷവർ ജെല്ല് വേറെ, ഷാമ്പു വേറെ, ഒക്കെ സെപ്പറേറ്റ് സാധനങ്ങളാ. ഞെട്ടിപ്പോ എത്ര പ്രൊഡക്ട്സ് ഉണ്ടെന്ന് എനിക്ക് ലുലുമാളി കയറി അറിയാം നമുക്ക് എത്ര പ്രൊഡക്ട്സ്. ഒരു ഗ്രൂമിംഗ് സാധനം കഴിഞ്ഞ 10 വർഷമായിട്ട് ഭയങ്കര അത്രയും നാളും വളരെ മോശപ്പെട്ടൊരു കക്കൂസ് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വളരെ നല്ല മണമുള്ള. ആണുങ്ങൾക്ക് ഒരു ഗ്രൂമിംഗ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ടല്ലോ, ബിയർഡ് ഓയിൽ, ബിയർഡ് ക്രീം. അതൊക്കെ ഇപ്പൊ ഞാൻ മേടിച്ചിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മറ്റേ കേൾണ്ട സാധനം മേടിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വെറുതെ അത് എടുത്ത് നോക്കി, അതിന്റെ ഡേറ്റ് കഴിയാറായിരുന്നു. അത് ഡേറ്റ് കഴിഞ്ഞു. നമ്മള് ശ്രദ്ധിക്കത്തേ ഇല്ല, പക്ഷെ പെൺകുട്ടികൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുക. അവർക്ക് ആ സ്റ്റൈലിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അവരെ സംബന്ധിച്ച് പ്രസന്റബിൾ ആക്കുക എന്നുള്ളതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വെറുതെ അടുത്ത് വരും, ഒരു സെക്കൻഡ് ഞാൻ ഇന്ന് ലിപ്സ്റ്റിക് ഇട്ടോട്ടെ എന്ന് പറയും. ഇത് അവരൊരു മിനിമം ഒരു സാധനം ചെയ്യും, അറ്റ്ലീസ്റ്റ് ഒരു സൺസ്ക്രീൻ, ഒരു കയ്യില് കാണും. അതായത് ഇപ്പൊ ഇറങ്ങി ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് ഇതൊന്ന് ടച്ചപ്പ് ചെയ്യുക എന്നുള്ളത് അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് വാഷ്റൂമിൽ കയറുക, ഒന്ന് ഫോട്ടോ എടുക്കുക, പിന്നെ ഒന്ന് ചെയ്യുക. ഫോട്ടോ നമ്മളാണ് എവിടെയും നോക്കിട്ട് എടാ നമുക്ക് എളുപ്പം ഇച്ചിരി വെള്ളം എടുത്ത് തുടച്ച് ടവല് പോലെ ഇല്ല നമുക്ക് കഴിച്ച് വൃത്തിയായിരുന്നു. ഇല്ല, സാധാരണ നമ്മള് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് മുടി വെട്ടി കഴിഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് മണ്ടത്തിലായി പോയി. കാരണം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ എഫേർട്ട് എടുക്കൂലേ. അതാ പറഞ്ഞേ, ഞാനീ പറഞ്ഞതിന്റെ കാര്യം. ഇത് വെട്ടണല്ല, ഞാൻ പറഞ്ഞില്ലേ ഈ ചുരുണ്ട മുടി ഭയങ്കര ട്രെൻഡ് അല്ലാത്ത സമയത്തിന് ഞാൻ ഈ മുടി വളർത്തണേ. ഇതാണ് ഈ ചുരുണ്ട മുടി. അന്ന് സ്ട്രെയിറ്റിയിലൊന്നും അങ്ങനെ വളരെ കോമൺ ആയിട്ട് കണ്ടുവന്നിട്ടില്ല. അപ്പൊ എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, അവന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ബാർബർ ഷോപ്പിൽ നമ്മൾ സ്ട്രെയിറ്റ് ചെയ്ത് തരും, അവൻ കൊണ്ടുവന്നു. അപ്പൊ ചോദിച്ചാൽ എത്ര രൂപ? അവിടെ 500 രൂപ. അന്ന് 500 രൂപ മുടി വെട്ടാൻ 20 രൂപയാണ്. ആ സമയത്ത് ഞാൻ 500 രൂപയ്ക്ക് മുടി സ്ട്രെയിറ്റ് ചെയ്യണതിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, ജീവിതത്തിൽ ഒരു ആഗ്രഹമല്ലേ സ്ട്രെയിറ്റ് ചെയ്തേക്കാന്ന് വെച്ച് 500 രൂപ വെച്ചിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഈ ഗ്ലാറ്റ് എന്നൊക്കെ എന്തോ പറഞ്ഞിട്ടൊരു ക്രീം ഉണ്ട്. എന്റെ ദൈവമേ, ഇത്ര വൃത്തിയോട്ടം നാട്ടുള്ള ഒരു സാധനം വേറെ ഇല്ല. അതിട്ട് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോ മുടി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇനി ഞാൻ പൊളിക്കും ചോടമ്പരാണ് ക്ലാസ്സിൽ ചെല്ലുമ്പോ ഞാൻ എങ്ങനെ ചെല്ലുന്നൊക്കെ മുടിയൊക്കെ ഇങ്ങനെ കിടുന്നതാണ്. ഈ സാധനം ആ ബാർബർ ഷോപ്പിൽ നിന്ന് ഇറങ്ങി ഒന്ന് ഉണങ്ങിയില്ലേ, വീണ്ടും തിരിച്ചു ചുരുണ്ടി ആ സാധനം അത് ഇട്ട് കഴിഞ്ഞിട്ട് അയൺ ചെയ്ത് വീണ്ടും അത് ഇട്ടിട്ട് എന്തോ ചെയ്യുമ്പോഴാണ് സാധനം കുറെ. നിന്റെയൊക്കെ ആണെങ്കിൽ മുല്ലപ്പെരിയാറിന് ഡയറക്റ്റ് കണക്ഷൻ എടുക്കണം, ഇത് നിവർത്തി എടുക്കണമെങ്കിൽ. അമ്മാതിരി ചുരുണ്ട മുടിയാ നിന്റെ. അല്ല, അതങ്ങനെ അതിന്റെ ശരിക്കും സംഭവം തന്നെ ഗ്ലാറ്റ് പോലത്തെ ക്രീം, സ്ട്രെയിറ്റ് ചെയ്യുന്ന ക്രീമാണ്. അത് ഇട്ടതിന് ശേഷം അയൺ ചെയ്ത് കുറച്ചധികം നേരം എടുക്കുന്ന ഒരു പരിപാടിയാണ്. പിന്നെ ഇത് കുളിച്ചു കഴിഞ്ഞാൽ തിരിച്ചു പോകുന്നു. ഇല്ല, അത് അങ്ങനെ ചെയ്ത് കുറച്ച് നാളത്തേക്ക് തല നനയ്ക്കാണ്ടൊക്കെ വെക്കാൻ എന്തൊക്കെ പരിപാടി ഉണ്ട്. സംഭവം അതല്ലേ പറഞ്ഞ കുളിച്ചാ പോകുന്നു. അല്ലല്ല, അത് ആദ്യത്തെ 2-3 ദിവസം കുളിക്കേണ്ടതുള്ളൂ. രണ്ടാളാ ശരിക്കും. അങ്ങനെ കുളിക്കണം. ഞാൻ ഉദ്ദേശിച്ച ബേസിക്കലി തല അല്ല, ഈ സംഭവം ഈ ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്ത സാധനല്ലേ, ഇത് പിന്നെയും വെള്ളം നനച്ച സ്ട്രെയിറ്റ് ആവും. വെള്ളം നനച്ച സ്ട്രെയിറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് വീണ്ടും തുടങ്ങി കഴിയുമ്പോ വീണ്ടും പിരി നിൽക്കും. പാരലൽ വേൾഡ് സംഭവം എനിക്കറിയാം. അല്ലടാ, ഈ ക്രീം മേടിച്ച് ഞാൻ വീട്ടിൽ വെച്ചിട്ടത് ഞാൻ അന്ന് പോയപ്പോ ഈ ക്രീമിന്റെ വില പേരൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ രണ്ടാമത് പോയിട്ട് ഞാൻ ഈ ക്രീം മേടിച്ചിട്ട് എന്റെ സഹിക്കാൻ പറ്റാത്ത വെച്ച് ഞാൻ അയൺ ചെയ്തിട്ടില്ല. അയൺ ഇല്ല. ഹെയർ ഡ്രയർ വെച്ചാ മുടി സ്ട്രൈറ്റ് നമ്മളെ പരിപാടിക്ക് ഗ്രൂം ചെയ്യുന്നുണ്ട് കുറച്ച് നേരത്തേക്ക്. ആക്ച്വലി റെഗുലർലി യൂസ് ചെയ്യുകയാണെങ്കിൽ മുടി എപ്പോഴും സ്ട്രൈറ്റ് ആയിട്ട് ഹെയർ ഡ്രയർ വെച്ചാൽ മുടി സെറ്റ് ആക്കാൻ പറ്റും. ഈ ക്രീം വീട്ടിൽ മാറ്റി ചെയ്യാൻ പറ്റും ഒരാൾക്ക്. ഈ ക്രീം ഇല്ല, മറ്റേ അയണിങ് അത് ഓരോന്ന് സെപ്പറേറ്റ് എടുത്തിട്ടൊക്കെ ചെയ്യണം. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പല മുടിയുടെ തേക്കുന്ന പരിപാടിയുടെ ക്രീമിന്റെ മണം വൃത്തിയിട്ട സ്മെല്ലാണ്. ആ ബ്യൂട്ടി പാർലറിൽ പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരു വൃത്തിയിട്ട സ്മെൽ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ എന്റെ നാട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി ഇവിടെ വന്നിട്ട് ടോണി ആൻഡ് ഗൈന്ന് 10,000-10,000 രൂപയ്ക്ക് ഹെയർ ട്രീറ്റ്മെന്റ് നടന്നു. അവരുടെ എന്ത് ചെയ്യണേലും ഈ പറഞ്ഞ പോലെ 8,000 കളർ ചെയ്ത് ട്രീറ്റ് ചെയ്ത് ഇറങ്ങിയപ്പോ 10,000-10,000 രൂപ സെറ്റ് കാശ് പൊടിക്കാൻ അങ്ങനെ പൊടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്.
ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു അവര് എൻ്റെ ഒരു കൂട്ടായ്മ ഉണ്ട്, അവനാണെങ്കിൽ പുതിയ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നു സാധാരണ. അപ്പൊ അവർക്ക് അവരുടെ ഡ്രസ്സിങ് അച്ചീവ് ചെയ്യാനുള്ള സാധനമായിട്ടൊക്കെ എനിക്കിത് ചെയ്യാൻ പറ്റും, എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടോ അവരുടെ ഡ്രസ്സ് ഇടുമ്പോൾ? അത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല, നല്ലപോലെ ഡ്രസ് ചെയ്തിട്ട് നിൽക്കുമ്പോൾ കോൺഫിഡൻസ് എന്തിനാണേലും അല്ല ഭാഗ്യ എല്ലാവർക്കും ഭാഗ്യ ഡ്രസ്സുകളുണ്ട്. നിനക്കുണ്ടോ ഭാഗ്യ ഡ്രസ്? എനിക്കൊരു ഭാഗ്യ ജെട്ടിയുണ്ട്. എന്താ അതിന്റെ കളി കിട്ടുമായിരുന്നു? പേരല്ല, അതിപ്പോ കളി കിട്ടുമായിരുന്നു. ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുമ്പോ അത് ഭാഗ്യക്കുറി പോലെ കോളേജിൽ പഠിച്ചപ്പോ ഇതേപോലെ എനിക്ക് ആക്ച്വലി കോളേജിൽ വലിയ മാർക്കില്ലായിരുന്നു കോളേജിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോ പക്ഷെ എനിക്ക് നല്ല പ്ലേസ്മെന്റ് കിട്ടി. അപ്പോ അത് ഈ ചെട്ടിക്കാരനായിരിക്കും. ഞാൻ വിചാരിച്ചു ചെട്ടി ഊരിട്ടാണോ? ഇപ്പൊ മനസ്സിലായി എങ്ങനെയാ കാസ്റ്റിംഗ് കോച്ച് ഈ ഇന്റർവ്യൂ കോച്ചിൽ പോയിട്ട് സാർ ഞാൻ എന്ത് അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാണ്, ചെട്ടി കണ്ടോ സാർ ഈ ചെട്ടിക്ക് ഒരു പ്രത്യേകത തൊളയുണ്ടെന്ന്. അങ്ങനല്ല, ആക്ച്വലി എനിക്കാണെങ്കിൽ എവിടെ മുന്നിലോ പുറകിലോ? പുറകില് അങ്ങനല്ല, അത് ഇത് രണ്ടാമത്തെ ഇന്റർവ്യൂലാ പറഞ്ഞ. ആദ്യത്തെ ഇന്റർവ്യൂവിന് പോയപ്പോ തൊളയില്ലായിരുന്നു. നമുക്കവിടെ ഇന്റർവ്യൂവിൽ ആദ്യത്തെ ഇന്റർവ്യൂവിൽ ഞാൻ ടൈ ഒക്കെ ഇട്ടുകൊണ്ടാണ് പോയത്. എന്റെ മനസ്സിൽ വന്നതാ ടൈയും ചെട്ടി മാത്രം ടൈ പിടിച്ച് വരയ്ക്കുന്ന ദീപിങ്ങനെ. അല്ല, ഞാൻ ഷർട്ടും കോട്ടും ഫുൾ മറ്റേ പ്രൊഫഷണൽ ഹോട്ടൽ വെയിറ്ററിനെ പോലെ ഞാൻ ഇങ്ങനെ റെസ്യൂമെ പിടിച്ചു പോയി. ആദ്യത്തെ ഇന്റർവ്യൂ കഴിച്ചു. അപ്പോൾ എനിക്ക് ഞാൻ ടോപ്പ് ഒരു 50% പോലും ഇല്ല, നല്ല 4-മോ 5-മോ ഞാൻ പ്ലേസ്ഡ് ആവാൻ കാരണം. അപ്പോൾ ആദ്യത്തെ ഇന്റർവ്യൂ ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഇന്റർവ്യൂ അവർ പെട്ടെന്ന് വിളിച്ചു, കാരണം അവർക്ക് എന്തോ 7:00 പോകണം. അപ്പോൾ 5:30 തൊട്ട് 7:00. അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറ്റി, കാരണം എനിക്ക് മാർക്ക് കുറവായതുകൊണ്ട് എനിക്കാണെങ്കിൽ കിട്ടൂല എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതായത് കിട്ടൂല കോൺഫിഡൻസ് എന്ന് വെച്ചാൽ മാർക്ക് കുറവാണ്, അതുകൊണ്ട് അവർ എടുക്കൂല എന്നുള്ള. അങ്ങനെ അവര് ഇങ്ങനെ കുറച്ച് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് പെട്ടെന്ന് രണ്ടാമത്തെ ഇന്റർവ്യൂ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കാരണം ഞാൻ ഡ്രസ്സൊക്കെ മാറി. നമ്മൾ ടൈ ഒക്കെ ഉപയോഗിക്കുന്നത് വേറെ ആളുടെ ആകുമ്പോൾ പിന്നെ അതൊക്കെ കൊടുത്ത് അത് പിന്നെ എവിടെയൊക്കെ പോയി ട്രേസ് ചെയ്താൽ കണ്ടുപിടിക്കാൻ പാടും. അങ്ങനെ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ഇവര് വിളിച്ച്, അപ്പൊ ഞാൻ ഇങ്ങനെ ലോക്കലി ഇതൊക്കെ ഇട്ട് ജീൻസൊക്കെ ഇട്ടാണ് ഞാൻ പോയത്. പെട്ടെന്ന് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയപ്പം ഞാനാണെങ്കിൽ ഒരു സെന്റി കഥ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഫസ്റ്റ് റാങ്ക് കിട്ടിയോ മെക്ക് എടുക്കണം എന്നായിരുന്നു ആഗ്രഹം, പക്ഷെ ഇവിടെ ഒന്നും എനിക്ക് അത് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇനി ഒരു ചാൻസ് കിട്ടണം. അതെനിക്ക് അപ്പം തോന്നിയ കഥയാണ്. പക്ഷെ ആ കഥയിൽ അവർ വീണ്, അങ്ങനെ അവരെടുത്ത്. അപ്പൊ അപ്പൊ ഞാൻ വീട്ടിൽ ഇട്ടുണ്ടെന്ന് ആ ഒരു ജെട്ടിൽ ചെറിയ തുളയാണ്. അത് ഓൾറെഡി 2-3 വർഷം പരക്കമുള്ള ജെട്ടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് അതെനിക്കൊരു ഭാഗ്യ ജെട്ടിയാണ്. ഞാൻ എൻ്റെ മറ്റേ IIM ഇന്റർവ്യൂവിന് പോയപ്പോൾ ആ ജെട്ടിയാണ് എടുത്തത്. അത് മനപ്പുറം ഇട്ടാണോ? അത് അന്ന് തൊട്ട് എന്തോ എനിക്ക് പണ്ടേ ഇങ്ങനെ ഈ വിശ്വാസമുണ്ട്. പേന, ഭാഗ്യ പേന, അതേപോലെ ഒരു ഭാഗ്യ ചെട്ടി ഉണ്ടായിരുന്നു. 10 കൊല്ലം അരിപ്പുണ്ട്. ഇല്ല ഏതാ സെറ്റ് വർക്കാകത്ത് സ്റ്റാൻഡപ്പ് ഒക്കെ സെറ്റായി ബമ്പറൊക്കെ അടിച്ച് കേറി പോയനല്ലോ. അത് ടൈറ്റ് അല്ല. ഓ ഇവിടെ അന്ന് 10-100 ചില്ലാനും വെയിറ്റ് ഉണ്ടായിരുന്നില്ലേ? കോളേജ് തടി കുറഞ്ഞതിന് ശേഷം ആ ചെട്ടി മാത്രമേ ഉള്ളൂ എനിക്കാണെങ്കിൽ ഒരു പക്ഷെ കൊറേ നാള് നിന്നൊരു ചെട്ടി. 2013 തൊട്ട് 2018 വരെ ജീവിതത്തിൽ. ഇല്ല, ഇത് എത്ര നാൾ ഇതിന്റെ കണക്ക്? എനിക്കിത് ഉപേക്ഷിക്കാൻ പറ്റാത്ത ഇതിന് കണക്കുണ്ടോ? എന്നെ സംബന്ധിച്ച് ഉപയോഗിക്കാൻ പറ്റാതാവുന്ന കണക്ക് 3 മാസം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആ അങ്ങനെ ഉണ്ടോ? 3 മാസം എന്നൊക്കെ കണക്കുണ്ടോ? അങ്ങനെ എന്തോ ഒരു സാധനം ഷെഡിലോ അങ്ങനൊന്നും. വേറൊരു സാധനം കൂടെ പറയാം. എനിക്ക് തോന്നിയിട്ടുള്ള ഈ പുതിയ ഡ്രസ്സുകളിൽ ഏറ്റവും നല്ല മണമുള്ള പുതിയ ജെട്ടിയാണ്. ജെട്ടിക്കട നമ്മളിങ്ങനെ ജനറലി ഷോപ്പിംഗ് പോത്തീസിലൊക്കെ പോകുമ്പോ അത് ഇട്ടിട്ടിരിക്കുമ്പോ ഇല്ല, ഞാൻ പറഞ്ഞത് നമ്മൾ ഈ കൂടിന്ന് ഇങ്ങനെ തുറന്നിങ്ങനെ ജെട്ടിയുടെ മണമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഞാൻ ഇങ്ങനെ പോത്തീസിൽ ഓരോരുത്തർക്ക് ഓരോ അഡിക്ഷനാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഇടാത്തത് ജോണിന്റെ കവർ അങ്ങനെയല്ല. കടയില് പുതിയ ഇതൊരു മാനസിക രോഗത്തിന്റെ ഞങ്ങളവിടെ ഇങ്ങനെ ഒരു ചേട്ടനുണ്ടായിരുന്നു, ഇത് മണം ഇഷ്ടമുള്ള ചേട്ടൻ അയ്യെന്നൊക്കെ വന്ന് എടുത്തോണ്ട് പോയത് രാത്രി. അങ്ങനെയല്ല ഞാൻ പറഞ്ഞ കടയില് പുതിയത് അല്ലാതെ മാനിക്കന് അങ്ങനെ കടയില് പുതിയതായിട്ടിരിക്കുമ്പോ നമുക്ക് ആ കൂടിങ്ങനെ തുറന്നിട്ട് 3ന്റെ പാക്കിൽ നിന്ന് ഒന്നെടുത്തിട്ട് കാര്യമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മണം ഏറ്റവും പുസ്തകത്തിന്റെ മണം ഇഷ്ടമുള്ളവരൊന്നും ശ്രദ്ധിച്ചിട്ടില്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അതിന് നീ പുതിയ ചെട്ടി കണ്ടിട്ടില്ലല്ലോ. അനിയം വാങ്ങിച്ചെന്നൊന്നും പറഞ്ഞില്ല. കാറിലൊക്കെ മറ്റേ എയർ ഫ്രഷ്നർ പോലെ പുതിയ ചെട്ടിയൊക്കെ മേടിച്ചിട്ട് എനിക്കിതാ ഇഷ്ടം. ഈ സ്റ്റൈലിംഗില് ഡ്രസ് അല്ലാതെ അഡീഷണൽ ആക്സസറീസ് ഭയങ്കര ഇമ്പോർട്ടന്റ് വാച്ച് ഭയങ്കര ഇപ്പൊ ആൾക്കാർ കിട്ടാറുണ്ടോ? വാച്ച്
ഞാൻ കേട്ടിരിക്കുന്നുണ്ട്. അതെന്റെ വാച്ചല്ലേ. അല്ല എനിക്ക് ഈ സാധനം വലിയ ഇൻട്രസ്റ്റ് ഉള്ള ഒരു സാധനമല്ല, ഈ ഡിജിറ്റൽ വാച്ച് അല്ല സ്മാർട്ട് വാച്ച് എന്ന് പറയുന്ന സാധനം. എനിക്ക് തിരിച്ച് അനലോഗിൽ പോകണം എന്നുണ്ട്. എനിക്ക് മറ്റേ വാച്ച് കാരണം മറ്റേത് കാണാം, ഇന്നലെ ഇയർബഡ് കാണാം, എല്ലാം പോവാ. ഇത് ചാർജ് ചെയ്ത് വെക്കണം. മറ്റേതൊരു സാധനം മേടിച്ച അല്ല ഞാൻ ചാർജ് ചെയ്യാറില്ല, ഇത് മേടിച്ചിട്ട് ചാർജ് ചെയ്തിട്ടേ ഇല്ല. ഒരു തവണ 1-2 തവണ ചെയ്തുള്ളൂ. എന്റെ ഞാൻ ഒന്ന് മേടിച്ച് ചാർജർ കളഞ്ഞു, അതൊക്കെ വീട്ടിരിക്കണം. എന്റെ ചാർജർ ഉണ്ട്, വാച്ച് കളഞ്ഞു. അല്ല വാച്ചിൽ വന്ന വലിയൊരു ചേട്ടാ അല്ല വാച്ചിൽ വന്ന വലിയൊരു മാറ്റാണ് ഈ സാധനം, സ്മാർട്ട് വാച്ച് എന്ന് പറയുന്ന സാധനം. ഈ ട്രാക്കിംഗ് സംഭവം ഭയങ്കര. അതിപ്പോ മെറ്റല്, കല്ല്, ഇതൊക്കെയായിരുന്നു അന്നത്തെ വലിയ കോസ്റ്റ്ലി റാഡബിൾ സാധനങ്ങൾ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ അടുത്ത് ഇടയ്ക്ക് അങ്ങനെ ഉണ്ട്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അടുത്തുള്ള ഇതിലൊരു കടയിൽ ഒരു സാധനം വന്ന് പോപ്പുലർ ആവും, പിള്ളേരെല്ലാവരും മേടിക്കും. നമ്മൾ പഠിച്ചിരുന്ന മറ്റേ ബേബ്ലേഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു, തെന്നിച്ച് വിടുന്ന കറക്കും. പിന്നെ മറ്റേ യോയോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കയ്യിലിട്ടളി. അതുപോലെ നമ്മുടെ യോയോ നമ്മൾ പരിചയപ്പെടുന്നത് കിറ്റ്കാറ്റിന്റെ കൂടെ ഫ്രീ വരുമ്പോ, ഫ്രീ ഉണ്ടാവും. കിറ്റ്കാറ്റിന്റെ ഫാമിലി ബാഗ് മേടിക്കുമ്പോ ഈ സാധനം ഫ്രീ ഉണ്ടായിരുന്നു യോയോ. കിറ്റ്കാറ്റ് ഒരു സമയത്ത് ചോക്ലേറ്റുകളിൽ വിപ്ലവം സൃഷ്ടിച്ചു വന്നൊരു സാധനമായിരുന്നു കിറ്റ്കാറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ അവിടെ ഒരു ഞാൻ പറഞ്ഞ ഇതുപോലെ വാച്ച് ഈ പറഞ്ഞ ട്രെൻഡ് ആവുന്ന പോലെ ഒരു വാച്ച് ട്രെൻഡായി ഒരു സമയത്ത് ഇറങ്ങിയിട്ട് 20 രൂപയ്ക്ക് വാച്ച് കിട്ടും. 20 രൂപയ്ക്ക് ഞാൻ 7-ലൊക്കെ പഠിക്കുന്ന സമയത്ത്. എനിക്ക് തോന്നുന്നു അത് മറ്റേ പെരുന്നാളിന് ഇങ്ങനെ കിട്ടില്ലേ ഒരു ഇല്ല സമയം എഴുതി കാണിക്കുന്ന, അല്ല 7 പഠിക്കണല്ലോ ഞാൻ എഴുതി കാണിക്കും. നമ്മളിങ്ങനെ രാവിലെ എഴുതിട്ട് നമ്മൾ തന്നെ സമയം പോയി അല്ലല്ല ഞാൻ പറഞ്ഞു ഞാൻ മറ്റേ 2-3 പഠിക്കുമ്പോൾ ഇതുപോലെ മറ്റേ സമയമില്ലാത്ത ചുമ്മാ കെട്ടുന്ന വാച്ചുള്ളൂ. നമുക്ക് ആ ഷോയ്ക്ക് നല്ല വാച്ച് മേടിച്ച് നമ്മൾ കളയും എന്നുള്ളതുകൊണ്ട് ചുമ്മാ ഷോയ്ക്കുള്ള അമ്പലപ്പുറമ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന വാച്ച് പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞ് ഈ വാച്ച് ഇറങ്ങുന്നു. അപ്പോൾ 20 രൂപയ്ക്ക് വാച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലാഭം. ശരിക്കുള്ള സമയം എഴുതി കാണിക്കും. നമുക്ക് സമയം അറിഞ്ഞിട്ട് ഉറപ്പിച്ചൊരു കാര്യമില്ല. ഓട്ടോയെ കൊണ്ടുവിടും, സ്കൂളിൽ ഇരിക്കുമ്പോൾ അവർക്ക് സമയം അറിയാമല്ലോ. അതനുസരിച്ച് ആ സമയം കഴിയുമ്പോൾ തിരിച്ചും കൊണ്ടുപോകും. വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ 20 രൂപയ്ക്ക് വാച്ച് എന്ന് പറയുമ്പോൾ ഭയങ്കര അട്രാക്ഷൻ ഉണ്ട് മേടിച്ചു. അപ്പോൾ എപ്പോഴും ഓർക്കുന്നുണ്ട്, അത് ഞെക്കിക്കഴിഞ്ഞാൽ മറ്റേ ലൈറ്റ് എത്തും 20 രൂപയ്ക്ക് എല്ലാ ഫീച്ചറും. എന്നിട്ട് മേളിൽ എപ്പോഴും ഇങ്ങനെ ഐ ലവ് യു എന്ന് മിന്നിക്കൊണ്ടിരിക്കും. സീരിയസ് ആയിട്ടും മഹാദേവന് റിജക്ഷൻ ഫീൽ ചെയ്യുമ്പോ വാച്ച് നോക്കും ഐ ലവ് യു, ഒരു ചെറിയ ആശ്വാസം. ശരിക്കും ഐ ലവ് യു എന്ന് മിന്നിക്കൊണ്ടിരിക്കും. അന്നത്തെ വാച്ചിൽ വരാവുന്ന ടോപ്പ് ഫീച്ചറുകളുണ്ട്. കത്തുമ്പോ നീല കളറിൽ വിളിച്ച് ഒരു സ്റ്റോപ്പ് വാച്ച്, ഒരല്ല സെറ്റ്. അപ്പൊ ഒരു വെറൈറ്റി സാധനം ഇറങ്ങിണ്ടായിരുന്നു, കാൽക്കുലേറ്റർ ഉള്ള വാച്ച്. ഞെക്കണ കാൽക്കുലേറ്റർ ഉള്ള വാച്ച്. വിരലുമ അപ്പുറത്ത് 0 തട്ടാണ്ട് ഞെക്കണം. അതായിരുന്നു അതിന്റെ ചലഞ്ച്. അല്ല എനിക്കതൊരു മൊബൈൽ വന്നത് ഒരു പക്ഷെ വാച്ചുകൾക്ക് ഇപ്പൊ ഞാനും വാച്ച് ഇടാത്ത ഒരാളാണ്. അത് മൊബൈൽ ഉള്ളതുകൊണ്ടാണ്. അല്ല ഞാനത് മറ്റേ എന്നോട് ആരും മറ്റേ സമയമൊക്കെ ചോദിച്ചാൽ നമ്മൾ ട്രാവലൊക്കെ ചെയ്തിട്ട് സമയം ചോദിക്കുമ്പോഴത്തേക്ക് പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തിട്ട് സമയം പറഞ്ഞു കൊടുക്കും. ഇവർക്ക് ഇത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ ചാർജില്ല, നമുക്കല്ല, നമ്മളിത് കുത്തുന്നില്ല. ഈ വാച്ച് സ്മാർട്ട് വാച്ച് കിടക്കുന്ന പകുതി ആൾക്കാരുടെ വാച്ച് വർക്ക് ചെയ്യില്ല, ചാർജ് ഇല്ലാണ്ടിരിക്കുന്നത്. ജനറലി സ്റ്റൈലിംഗ് ഒക്കെ ആൾക്കാർ ചെയ്യുന്നത് അവരുടെ ലൈഫ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഈ ഒരു ഫാഷൻ, നമ്മൾ നല്ല ഡ്രസ് ഇട്ടാൽ നമുക്ക് ഒരു കോൺഫിഡൻസ് കൂടും, അതൊരു പ്രസന്റബിലിറ്റി കൂടും. വാച്ചും സ്റ്റൈലിഷ് ആണ്, അതുകൊണ്ടാണ് ആൾക്കാർ കിട്ടുന്നത്. അല്ലാതെ ആരാണ് ഈ സമയം നോക്കി ഞാൻ എന്തെങ്കിലും സമയത്ത് എവിടെയെങ്കിലും വന്നിട്ട് ഇരിക്കുന്നില്ല വാച്ച് സമയം നോക്കാൻ വേണ്ടി കണ്ടുപിടിച്ചെങ്കിൽ ഇത് ഫാഷൻ. പക്ഷേ ഈ സംഭവത്തില് ഫാഷൻ എന്ന് പറഞ്ഞ സംഭവത്തില് ഏറ്റവും കൂടുതൽ ചോയ്സ് ഉള്ളത് പെണ്ണുങ്ങൾക്കാണ്. നമുക്ക് ആകെ ഉള്ളത് ഒരു പാന്റ്, ഷർട്ട്, ടീഷർട്ട്, ജീൻസ്. ഇവർക്ക് ക്രോപ്പ് ടോപ്പ്, കുർത്തി, മറ്റേതും ഇവർക്ക് സത്യം പറഞ്ഞാൽ ഷെർവാണി ആണുങ്ങളെയാണല്ലോ. അല്ല ഇതുകൊണ്ട് തന്നെ ഇവർക്ക് ശരിക്കും ഇത്ര ഓപ്ഷൻ ഉള്ളപ്പോ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഇവർക്ക് എന്തൊരു ബുദ്ധിമുട്ടല്ലേ. ആദ്യം ഏത് സാധനം ഇടണം തീരുമാനിക്കണം. ഇത് പറഞ്ഞ പോലെ കുർത്തി ഇടണോ, ചുരിദാർ ഇടണോ, സാരി ഇടണോ, ഇനി അതിൽ ഏതിടണമെന്ന് തീരുമാനിക്കണം. എന്നിട്ട് അതിനനുസരിച്ചുള്ള ഇന്നർ ഇടണം. അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓരോന്നിനും ഓരോ ഇന്നർ അവർക്ക് ഡിസൈഡ് ചെയ്യേണ്ടി. എങ്ങനെയെങ്കിലും അങ്ങോട്ട് എത്തിച്ചോളല്ലേ. നമ്മുടെ ഡ്രസ്സ് വേറെ എടുത്തോട്ട് ഇത് മുഷിഞ്ഞിട്ടില്ലേ. ഇല്ല, അവർക്കാണെങ്കിൽ ഇതേപോലെ അവരുടെ ഇങ്ങനെ അവര് ചിന്തിക്കുന്ന ഈ ടീഷർട്ട് എനിക്ക് മാച്ചിങ് ഇപ്പം താഴെ ഇടാനൊന്നുമില്ല, അതുകൊണ്ട് മേടിക്കാവുന്നതാണ്. അവരങ്ങനെ മിക്സ് മാച്ച് ഒക്കെ ചെയ്താണ് വെച്ചിരിക്കുന്നത്. അവരുടെ മനസ്സിൽ അങ്ങനത്തെ കാൽക്കുലേഷൻ ഒക്കെ. നമുക്ക് മെയിൻ ആയിട്ട് ഒരു ബ്ലാക്ക് ജീൻസ് മേടിച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ ബ്ലൂ ജീൻസ്, ബ്ലാക്കും ബ്ലൂവും മതി, 2 ഓപ്ഷൻ മതി. 2 ബ്ലാക്കും ബ്ലൂവിലായത് ജീൻസ് അല്ല, ജീൻസ് അലക്കാനുള്ള അല്ല എല്ലാം എന്നുള്ളതാണ്. ജീൻസ് അലക്കാൻ പാടില്ല എന്നുള്ളതാണ് ജനറൽ അണ്ടർസ്റ്റാൻഡിംഗ്. ലൈറ്റ് കളർ എടുത്ത് കഴിഞ്ഞാൽ അലക്കണം എന്തായാലും. ജീൻസ് അടിപൊളി സാധനമാണല്ലോ, ജില്ലയിലും പ്രശ്നമില്ല.
ഇല്ല ഒരുപാട് തവണ ഉപയോഗിക്കും. ലൈറ്റ് കളർ ജീൻസ് എടുക്കാണ്ടിരുന്നാ മതി, ബ്ലൂ ബ്ലാക്ക് ഒക്കെ എടുത്ത് ഈ 2-3 ഉപയോഗിച്ച് നമ്മുടെ ഹോസ്റ്റലിൽ പയ്യനുണ്ടായിരുന്നു അർജുനാഥാണെങ്കിൽ അവൻ ചെയ്യുന്ന വെച്ചാൽ മറ്റേ ക്ലോത്ത് നമ്മൾ വേസ്റ്റ് ക്ലോത്ത് ഇടുന്നതല്ല അലക്കാനുള്ള ഇടുന്നത്. അപ്പം ഡ്രസ്സ് കൊണ്ടുവന്നിട്ട് ഇടും, അതിന് വേണ്ടിക്ക് ഇടും ഉപയോഗിച്ച് ഇങ്ങനെ ഇട്ടിട്ട് അടുക്കി കഴിയുമ്പോൾ ആ സാധനം ഇട്ട് തിരിച്ചു കുടയും, എന്നിട്ട് അടിയിൽ കിടന്ന് വീണ്ടും എടുത്ത് അതിനൊരു വൃത്തികെട്ട മണമുണ്ടാവും, അത് അതിന്റെ അടി കിടന്നിട്ട് അവൻ അത് ഇരുന്ന് പ്രോസസ്സായി തന്നെ അത് വൃത്തിയോട് മാറിയിട്ട് വീണ്ടും ഇടാൻ പറ്റുന്നത്. അങ്ങനെ 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും അടിയും തുടങ്ങും. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കും. ഇവരെന്ത് വെള്ളം ഇല്ലാത്ത നാട്ടിലാണ് പഠിച്ചത്. ഇല്ല, ആണുങ്ങൾക്ക് മടിയല്ലേടാ, ആണുങ്ങൾ എന്താ ചെയ്യാത്ത, സത്യത്തിൽ മടിയാണ് പൈസ മടി. എനിക്ക് ഇതിങ്ങനെ കണ്ടിന്യൂസ് ഇട്ടോണ്ടിരിക്കണെങ്കിൽ പറ്റും സാധനത്തിന് മണം എടുത്ത് മാറ്റിയ പിന്നെ രണ്ടാമത് വലിച്ചു കയറ്റുന്ന ഒരു നമ്മൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് വരുമ്പം കൂറ എടുത്തിടാൻ ഒരു മടിയില്ലേ. ലുക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആൾക്കാർക്ക്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് നമുക്ക് തന്നെ അറിയാം, നമ്മൾ കാണുമ്പം അവരൊന്ന് ഗ്രൂം ചെയ്ത് വന്നവരാണെങ്കിൽ അവരെ മുമ്പ് കണ്ടിരുന്ന ഭയങ്കര ഡിഫറൻസ് വരും. ഹെയർ ഒന്ന് സ്ട്രൈറ്റ് ചെയ്ത് ജസ്റ്റ് പൗഡർ അല്ലെങ്കിൽ അവരിരുന്ന ക്രീംസോ വാട്ടവർ അതെല്ലാം ഇട്ട് ഒരു അടിപൊളി പൗഡർ പറഞ്ഞ ഒരു ഒഫൻഡഡ് ആവുക. അതാ പൗഡറല്ല, അവർക്ക് എന്താ ബേസ് കോട്ടിംഗ് ഉണ്ടാവും, എന്തൊക്കെ പേര് ഫൗണ്ടേഷൻ ടച്ച് ചെയ്ത് ബ്ലഷ് ഇട്ട് അത് കഴിഞ്ഞ് ലിപ്സ്റ്റിക് ഇട്ട് ഹെയറിൽ മറ്റേ ഐലൈനർ ഒക്കെ ഇട്ട് അവർ വരുമ്പോഴത്തേക്ക് അവരെ മുൻപ് കണ്ടിരുന്നതിനേക്കാൾ വേറൊരു ലുക്ക്. ബേസിക്കലി കാശുണ്ടെങ്കിൽ ആർക്കും കുറച്ചുകൂടെ ഉള്ളതിലും ഒരു ഗ്രൂമിങ് കുറവായതുകൊണ്ടാണ്. നമ്മളല്ലേ ഗ്രൂം ചെയ്താൽ കുറച്ചുകൂടെ അല്ലല്ല, നമ്മളെ അങ്ങനെ വിശ്വസിച്ച് ജീവിക്കുന്നവര്. ബേസിക്കലി മനുഷ്യന്റെ ഇൻസെക്യൂരിറ്റീസ് വിറ്റിട്ട് കുറെ ഈ ബ്യൂട്ടി പ്രൊഡക്ട്സും അങ്ങനെയുള്ള വളർത്തിയ ഏറ്റവും ഫാഷൻ നമ്മൾ നമ്മുടെ സന്തോഷപൂർവ്വം ഹാപ്പി ആയിട്ടിരിക്കും, കോൺഫിഡൻസ്. അല്ല ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും നല്ല ഫാഷൻ. അല്ല നേരത്തെ ഒരാളെ കാണാൻ ഭംഗിയുണ്ട് എന്ന് പറയാൻ ഏറ്റവും ഇതെന്ന് പറയുന്നത് ആള് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാള് ഭയങ്കര അട്രാക്റ്റീവാ. അത് ഭയങ്കര പ്രസൻസ് ഓഫ് മൈൻഡ് ഉള്ള ഒരാള്. ഇതൊക്കെ ആക്ച്വലി നമ്മളങ്ങനെ ഏകദേശം അങ്ങനെയാണെന്ന് വിചാരിച്ചു നമ്മളെ ഇതാക്കാൻ. അല്ല, ഫൈനാൻഷ്യൽ പരിപാടിയിൽ നേരത്തെ പറഞ്ഞ ഒന്ന് പൈസ ഉള്ള ഒരാൾക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ പൈസ ഇറക്കി ഇതിൽ ഇമ്പ്രൂവ് ആവാം. അതിൽ തെറ്റൊന്നുമില്ല, അവർക്ക് പൈസ ഉണ്ട്, അവർ ചെയ്യുന്നു. നമ്മളത് ചെയ്യുമ്പം നടക്കുന്ന പോസിറ്റീവ് ആവും, കോൺഫിഡൻസ് കൂടും, ജീവിതത്തിൽ അവർക്ക് കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് ജീവിക്കാൻ പറ്റും. നല്ല കാര്യം തന്നെയാണ്. നമ്മൾ ഇതുപോലെ ഇല്ലാത്തവരും അതിനകത്ത് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ഇതുപോലെ തന്നെ ബാക്കിയും ഈ പറഞ്ഞ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ പറ്റും, നല്ല നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാൻ പറ്റുന്ന സ്കിൽസ് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫൈനാൻഷ്യലി നമുക്കത് ചെയ്യാൻ പറ്റാത്തപ്പോൾ നമ്മൾ ആ ലെവൽ അപ്പുറത്തും നമ്മൾ ആ ലെവലിൽ ചിലപ്പോൾ നമ്മൾ നന്നാവുന്നുണ്ടായിരിക്കും. ഏതെങ്കിലും തരത്തിൽ നന്നായിട്ട് ജീവിക്കുക എന്നുള്ളത് മൈൻഡ് ചെയ്യാം. ഇത് ജനറലി അവർ കാണിച്ചു തരുന്ന സാധനത്തിലേക്ക് എത്തിക്കാണ്. പക്ഷെ ശരിക്കും കുറെ നാളത്തെ ഫെയർ ആൻഡ് ലവ്ലി ശരിയെന്ന് ആൾക്കാർക്ക് മനസ്സിലായപ്പോൾ അവർ പോലും പേര് മാറ്റില്ല. സോ ഇതിങ്ങനെ പറഞ്ഞു വെക്കുന്നേ കാര്യമില്ല. എനിക്ക് തോന്നുന്നത് ഈ ബ്യൂട്ടി പ്രൊഡക്ട്സ് വാങ്ങിച്ച് നമ്മൾ വരുന്നതിനേക്കാൾ എനിക്ക് അവരുടെ നാച്ചുറൽ ബ്യൂട്ടിയാണ് പലപ്പോഴും ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത്. അതെ, കളറിലുള്ള സാധനം ഇപ്പൊ ആൾക്കാർക്ക് പല സാധനങ്ങൾ, ഈ കളർ മാത്രമല്ല, ഈ അത്രയും കാര്യമായിട്ട് ഒരുങ്ങുന്നതിലും അതിനേക്കാൾ വൃത്തിയാണ് നാച്ചുറലി ഉള്ള സാധനം. ഭയങ്കര വൃത്തിയാണെന്ന് എനിക്ക് തോന്നുന്നു. എപ്പോഴും യുണീക്ക് ആയിരിക്കുന്നതിന് ഒരു ബ്യൂട്ടി ഉണ്ട്. സോ സ്റ്റൈലിങ്ങിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് അയാളുടെ ആറ്റിറ്റ്യൂഡ്, അയാളുടെ കോൺഫിഡൻസ് ലെവൽ, അയാളുടെ ബിഹേവിയർ, ഇടപെടൽ. അതാണല്ലോ ഇമ്പോർട്ടൻസ് സാധനം. ആ ഭാഗത്ത് ആൾക്കാർ കാര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല അല്ലേ? ഞാനൊന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ചിലർ ചെയ്യാറുണ്ട്, പക്ഷെ എനിക്കൊന്നും കൂടുതലും അപ്പിയറൻസ്, അതായത് ഇതൊക്കെ മെച്ചപ്പെടുത്താൻ, അതായത് നമ്മുടെ ബിഹേവിയർ, നമ്മുടെ സംസാരം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ ചിലർ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം മറ്റേതാണ്. കാരണം നമ്മൾ ഇന്നാളെ സംസാരിച്ചപ്പോൾ എന്നോട് പറയാം, ഇത് വൃത്തികേടായിട്ട് ചെയ്യുന്ന തെണ്ടികളുണ്ട്. അതായത് മറ്റേ ആൾക്കാർ ഇപ്പോൾ ഭയങ്കര ബുദ്ധി, ചിലർ ഓവറായിട്ട് ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരില്ല. അതായത് ഇങ്ങനെ പ്രോഗ്രസീവായിട്ട് ഇപ്പം സംസാരിക്കുന്നതാണ് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നത് എന്ന് മനസ്സിലാക്കി അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരും ഉണ്ട്. ദീപ് പെട്ടെന്ന് എങ്ങനെ പറഞ്ഞു, ഞാൻ അങ്ങനെയല്ല, ഞാൻ ശരിക്കും ഇങ്ങനെയാണ്. അല്ല, നിങ്ങളുടെ ഭാഗ്യ ചട്ടി, നിങ്ങളുടെ ഭാഗ്യ ഡ്രസ്സുകൾ കമന്റ് ചെയ്യുക. നിങ്ങൾ കണ്ട വിയേർഡ് കോസ്റ്റ്യൂംസ്, വിയേർഡ് സ്റ്റൈലിങ്സ്, നിങ്ങൾക്ക് കണ്ട ഇങ്ങനെയുള്ള സ്റ്റൈലിങ്സ് ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾക്ക് പൊളിക്കണമെങ്കിൽ താഴെ വന്ന് കമന്റ് ചെയ്ത് ഞങ്ങളത് പിൻ ചെയ്തിട്ടോളാം. ഞങ്ങളെയും പൊളിച്ചോളൂ. ശരി, അതെ, പറഞ്ഞതിൽ എന്തെങ്കിലും നമ്മുടെ ഫേക്ക് ഞങ്ങൾ പൊളിക്കാറുണ്ടെങ്കിൽ അത് പൊളിക്കാം. ഓപ്പണാണ്, തുറന്ന പുസ്തകമാണ്, 4 തുറന്ന പുസ്തകങ്ങൾ. ഓൺ ആൻഡ് ദാറ്റ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം.